ജീസസ് 5 മിനിറ്റ് തികച്ചില്ല എക്സാം തുടങ്ങാൻ. ഇവരെവിടെ പോയി? ഷാനു, വിവേകിനെ കണ്ടോ? ഇല്ല. എനിത്തിങ് സീരിയസ്? ഒന്നുമില്ല. വിവേക്, 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 വിവേക്. സൂസന്റെ നമ്പർ 9343. നമ്പർ ചെക്ക് ചെയ്ത് ഉറപ്പ് വരുത്തിയിട്ട് വേണം ആർക്കെങ്കിലും ഒക്കെ മെസ്സേജ് അയക്കാൻ. എന്താണ് നീ ഇന്നലെ മീനൂനാന്ന് പറഞ്ഞയച്ച മെസ്സേജ് ഇല്ലേ? പോയത് മായ ടീച്ചറിനാ. എസ്എംഎസും പാഴായി. വിവേക്, വിവേക്, എന്റെ കർത്താവ് ക്വസ്റ്റ്യൻ പേപ്പർ കൊടുത്തു തുടങ്ങാറായല്ലോ. ഇവരിതെവിടെ പോയി കിടക്കാം? വിവേക്, എന്താണ് കുളിര ടെൻഷൻ? കുളിര് നിന്റെ. അയ്യോ സോറി, ഞാൻ വെറുതെ. ഫ്രാൻസിസ്, ഫ്രാൻസിസ് കുളിരിങ്കാല, അതാണ് എന്റെ പേര്. പിന്നെ കുളിര് അതെന്റെ ഫ്രണ്ട്സിന് മാത്രം വിളിക്കാനുള്ള. കേട്ടല്ലോ? നീ വിവേകിനെ കണ്ടായിരുന്നു? ഇല്ല, കണ്ടില്ല. വിവേക്, വിവേക്, വിവേക്. എക്സാമിന് പോലും ഉത്തരവാദിത്തം കാണിക്കാത്ത ഇവൻ ഒരിക്കലും രക്ഷപ്പെടില്ല. അവനെ എവിടെ നോക്കാനില്ല. ഞാനും ക്യാൻറ്റീനിലും ബേക്കറിയിലും ഒക്കെ നോക്കി, അവൻ എവിടെയില്ല. വിളിച്ചിട്ട് സ്വിച്ച് ഓഫ് ആ മൊബൈല്. ഇനിയിപ്പോ എന്തോ ചെയ്യും? കർത്താവേ, ബെല്ലും അടിച്ചു. ഇവരിതെവിടെ പോയി കിടക്കാം? നീ ഒന്നുകൊണ്ടൊന്നും വിളിച്ചു നോക്കിയേ. വിളിച്ചു നോക്ക്. ആ ശരി. അവനിപ്പോ എവിടെയായിരിക്കും എനിക്കറിയാം. എവിടെ? അവനിപ്പോ പുതപ്പിനടിയിൽ ഭാര്യ കൊണ്ടുവരുന്ന ബെഡ് കോഫിയും കാത്ത് കിടക്കായിരിക്കും. പൂമുഖവാതിൽക്കൽ സ്നേഹം വിടർത്തുന്ന പൂന്തിങ്കളാകുന്നു ഭാര്യ. പൂമുഖവാതിൽക്കൽ സ്നേഹം വിടർത്തുന്ന പൂന്തിങ്കളാകുന്നു ഭാര്യ. ദുഃഖത്തിൻ മുള്ളുകൾ പൂവിരൽ തുമ്പിനാൽ പുഷ്പങ്ങളാക്കുന്നു ഭാര്യ. ദുഃഖത്തിൻ മുള്ളുകൾ പൂവിരൽ തുമ്പിനാൽ പുഷ്പങ്ങളാക്കുന്നു ഭാര്യ. പൂമുഖവാതിൽക്കൽ സ്നേഹം വിടർത്തുന്ന പൂന്തിങ്കളാകുന്നു ഭാര്യ. എന്തോ മറന്നല്ലോ. It ain't a problem. If everything works to my design. Smoke out, face down in my truck. Smoke out, face down in my truck. If everything works to my design. I'm
May I come in, sir? What? Come in, sir. Come in. Good morning, sir. Good afternoon. Silence. Sorry, sir. I didn't take my watch. Grace time is over. You go and see the principal. അയ്യോ സാർ എടോ ബിസിനസ് അഡ്മിനിസ്ട്രേഷൻ സ്റ്റുഡന്റിന് ആദ്യം വേണ്ടത് സ്വന്തം ജീവിതത്തിൽ ഒരു അടുക്കും ചിട്ടയാണ്. പരീക്ഷാ ദിവസം പോലും താൻ പങ്ക്ച്വൽ അല്ല. പോയി പ്രിൻസിപ്പലിനെ കണ്ട് പെർമിഷൻ വാങ്ങി വരൂ. സാർ ഇരിക്കുമ്പോ വാലാടണോ സാർ? വാട്ട്? അല്ല, ഞങ്ങൾ ഇവിടുത്തെ മലയാളി സ്റ്റുഡൻസിനെ സംബന്ധിച്ച് സാറാണ് ഞങ്ങളുടെ പ്രിൻസിപ്പാൾ. സാറിന്റെ വാക്കാണ് ഞങ്ങൾക്ക് അവസാന വാക്ക്. ഈ കോളേജ് എഫിഷ്യന്റ് ആയി മാനേജ് ചെയ്യുന്ന ആരാ? ഞങ്ങൾക്ക് എഫിഷ്യന്റ് ആയി ക്ലാസ് എടുത്തു വരുന്ന ആരാ? അത് ഞാൻ തന്നെ. അതാ അത്രയും ചെയ്യാവുന്ന സാറിനെ ലേറ്റ് ആയി വരുന്ന ഒരു സ്റ്റുഡന്റിനെ അഡ്മിറ്റ് ചെയ്യാനുള്ള പെർമിഷൻ തരാൻ പാടില്ലേ? അത് പിന്നെ സാറിനെ പോലെ ഇൻഡിപെൻഡന്റ് പവറുള്ള പ്രൊഫസർ, ആരാധനായ അധ്യാപകൻ, ഞങ്ങളെ പോലെയുള്ള സ്റ്റുഡൻസിന്റെ എല്ലാവരുടെയും റോൾ മോഡൽ, ഇങ്ങനൊരു അധ്യാപകൻ ഈ പോണ്ടിച്ചേരി യൂണിവേഴ്സിറ്റിയിൽ വേറെ ആരല്ല? അതില്ല. ഉണ്ടാവില്ല. സാറിനൊരു കാര്യം അറിയൂ, ഈ കോളേജിലെ മറ്റുള്ള അധ്യാപകന്മാരെ നമുക്ക് മുഖസ്തുതിയിൽ വീഴ്ത്താം. സാറിനാണെങ്കിൽ അതും പറ്റില്ല. കുഴപ്പനാണെങ്കിലും വിവേചന ബുദ്ധിയുണ്ട്, കാര്യങ്ങൾ തിരിച്ചറിയാം. എവിടെ പോയി? ഉറങ്ങിപ്പോയടി. വേഗം എഴുത സമയമില്ല. എന്താ വിവേക് അവിടെ? അത് എഴുതണോ? വിവേക്, ടൈം ഈസ് ഓവർ. സാർ ഒരു 20 മിനിറ്റ് സാർ. ഇപ്പൊ തിരും കുറച്ചുകൂടി എഴുതാനുണ്ട്. താൻ എഴുതിയത് മതിയടോ. അയ്യോ സാർ, ഞാൻ നേരത്തെ പറഞ്ഞൊക്കെ സാറ് മറന്നു. സാറാണ് ഈ കോളേജിന്റെ അഭിമാനം. സാറിന്റെ മതി. താൻ നേരത്തെ പറഞ്ഞോക്കെ പുകഴത്തിലായിരുന്നു. ഞാൻ പിന്നീട് ഇരുന്ന് ആലോചിച്ചപ്പോഴാണ് എനിക്ക് മനസ്സിലായത്. സാർ അല്ല സാർ, സാറിന്റെ സൗന്ദര്യം സാർ. പോടോ അവിടുന്ന്. ഞാൻ ചോദിക്കാം, ഇവൻ എന്നെ എക്സാം എഴുതാൻ സമയം കിട്ടിയിട്ടില്ല. നിന്റെ കൂടെ താമസം എന്താ വിളിച്ചുണർത്താഞ്ഞ്? യു ഡോണ്ട് നോ എനിത്തിങ്. ഞാനും ഉണർത്താൻ ചെന്നു. അപ്പോ വിവേക് ഭായ് ഉഠോ, കോളേജിൽ പോകാൻ ടൈമായി. എണീക്കൂ. അയ്യോ സത്യം പറയാം, ഞാൻ കടിച്ചത് നവ്യ നായരുടെ കവിളിലായിരുന്നു. അപ്പോഴാ ഊശാന്താടി. അത് ശരി. കഴിഞ്ഞ ആഴ്ച കരീന കപൂർ, മിനിയാന്ന് നയൻതാര, ഇന്നലെ മീര ജാസ്മിൻ, ഇന്നിതാ ഇപ്പൊ നവ്യ നായർ. എന്താടാ ഉദ്ദേശം? അതെ, ഈ താരങ്ങളൊക്കെ വെറും പ്രതിരൂപങ്ങളാ. ഓരോ ദിവസവും എന്റെ സ്വപ്നത്തിലേക്ക് കടന്നു വരുന്നത് എന്റെ ഭാര്യയാ. ഓരോ ഭാവത്തിൽ, ഓരോ വേഷത്തിൽ. ഇന്ന് പൂമുഖവാതുക്കൽ സ്നേഹവുമായി നിന്ന ഭാര്യയായിരുന്നു. നാളെ സ്നേഹത്തോടെയും അധികാരത്തോടെയും എന്നെ ശാസിക്കുന്ന ഭാര്യയായിരുന്നു. ഉടനെ ചികിത്സിക്കണം. പൂന്തിങ്ങൾ കാരണം പരീക്ഷ ശരിക്കും എഴുതാൻ പറ്റില്ലെന്ന് എന്റെ അച്ഛനോട് ഹലോ അങ്കിൾ. ഫോൺ എടുത്തില്ലേന്ന്? അതോ ഫോൺ അവൻ റൂമിൽ വെച്ച് മറന്നതാ. എക്സാം നന്നായിരുന്നു. അയ്യോ ഞാൻ പറയട്ടെ. മതി. ഹലോ ഹലോ അങ്കിള്. അല്ല അച്ഛാ. ഓ ഇല്ലച്ചാ, നാളെ പുറപ്പെടുള്ളൂ. ഞങ്ങൾ ഒരുമിച്ചാ.
നോക്കിയേ. പറഞ്ഞത് അനുസരിക്കാൻ മേല അല്ലേ? 100 വട്ടം പറഞ്ഞിട്ടില്ലേ കൂട്ടം കൂടി ഇത്രയും ദൂരം ബൈക്ക് ഓടിച്ച് വരാൻ പാടില്ലെന്ന്? അഹങ്കാരം. മോളാണെന്നും മോളുടെ ഫ്രണ്ട്സ് ആണെന്നും ഞാൻ കരുതില്ലട്ടോ. എന്നെ കാണിക്കാനുള്ള പതിവ് നാടകമൊന്നും വേണ്ട. എന്താ മക്കളെ 4 മണിക്കൂർ വൈകിയേ? 7 മണിക്ക് തന്നെ എത്തേണ്ടതായിരുന്നല്ലോ. ഞങ്ങളിങ്ങനെ അടിച്ചു വിളിച്ച് അയ്യോ, എസ് പിയുടെ ചോദ്യം ചെയ്യലുള്ള ഒരല്പം കൂടി സോഫ്റ്റ് ആക്കാമായിരുന്നില്ലേ? ജഹാംഗീറെ, വിശാലടി, എന്താടാ വൈകിയത്? എവിടായിരുന്നു? അങ്ങനെ സ്നേഹത്തോടെ ചോദിക്കാം ആന്റി. ഞാൻ പറയാം ആന്റി, സേലത്തും കോയമ്പത്തൂരും വെച്ച് ഞങ്ങൾ 2 തവണ പോലീസ് പിടിച്ചു. ഞങ്ങൾ 4 ആണുങ്ങളും ഇവളൊരു പെണ്ണും. അപ്പൊ അങ്ങളുടെ ഡിപ്പാർട്ട്മെന്റിന് സംശയം. അതേന്ന് ഞങ്ങള് പോണ്ടിച്ചേരിയിലെ സ്റ്റുഡൻസ് ആണ്, ഫ്രണ്ട്സ് ആണ്, വരുന്നതും പോകുന്നൊക്കെ ബൈക്കിനാണ് എന്നൊക്കെ പറഞ്ഞിട്ട് അവർക്ക് വിശ്വാസം വരുന്നില്ല. അങ്കിൾ ആ പോലീസുകാരെ വിളിച്ച് 2 കൊടുക്കണം. ഏയ്, കൊടുക്കേണ്ടത് പോലീസുകാർക്കല്ല, നിങ്ങൾക്ക് 5 എണ്ണത്തിനുമാ. പിന്നെ പോരാ നീ നിൽക്കുന്ന 6-ാമനും. ഓ, സമ്മതിച്ചു. നീ ചെന്ന് ബ്രേക്ക്ഫാസ്റ്റ് എടുത്ത് വെക്ക്. ഒരുമിച്ച് ഭക്ഷണം കഴിച്ചു പോവാന്ന് വിചാരിച്ചിട്ടാ ഞാൻ വെയിറ്റ് ചെയ്തത്. നല്ല വശം. മിനിഞ്ഞാന്ന് 7:30 നീ ആർക്കെങ്കിലും SMS അയച്ചായിരുന്നു? അയച്ചായിരുന്നു. ആ സെക്കൻഡ് ഇയറിലെ ഷെറിന് ഒരു SMS അയച്ചായിരുന്നു. ഫെയർവെൽ പാർട്ടിയുടെ. അത് ശരി, അത് കിട്ടിയത് ഷെർലിക്കാണോ? എങ്ങനെ മനസ്സിലായി? അതായത് ഈ ഷെർലിക്ക്, ഈ നിൽക്കുന്ന എനിക്ക്. എടാ, ഒരു 50 വർഷം പഴക്കമുണ്ടല്ലോടാ ആ വാചകങ്ങൾക്ക്. പോരാത്തതിന് മൊത്തം സ്പെല്ലിംഗ് മിസ്റ്റേക്ക്. പോയി എനിക്ക് നിറഞ്ഞു. കഴിയും. ഞാൻ കഴിക്കാൻ നിൽക്കുന്നില്ല, എനിക്ക് പെട്ടെന്ന് പോണം. നീ ഫ്ലാറ്റിലേക്കാ? അല്ല, കോടതിയിലേക്കാ. ബന്ധങ്ങൾ നമുക്ക് വില കൊടുത്ത് വാങ്ങാൻ പറ്റില്ല. അതുകൊണ്ട് അത് കൈവിട്ട് കളയുന്നതിന് മുൻപ് ഒന്നല്ല, ഒരു 100 വട്ടം ആലോചിക്കണം. സ്നേഹിക്കാനും അടുപ്പം കൂട്ടാനുമാ ഭാര്യയും ഭർത്താവും വാശി കാണിക്കേണ്ടത്. അല്ലാതെ പരസ്പരം തോൽപ്പിക്കാൻ വേണ്ടിയിട്ടാവരുത്. നിങ്ങളുടെ വഴക്കിലും ബഹളത്തിലും നിങ്ങൾ തോൽപ്പിക്കുന്നത് നിങ്ങളുടെ കുട്ടികളെയാണ്. പെറ്റീഷൻ എന്തായാലും ഉടനെ ഹിയറിങ്ങിന് എടുക്കൊന്നുമില്ല. ഇനിയും 2 സിറ്റിംഗ് കൂടിയുണ്ട്. അടുത്ത ഡേറ്റ് എന്നാണെന്ന് അറിയിക്കാം. പക്ഷെ ആ ദിവസം നിങ്ങൾ വരുന്നത് വിവാഹമോചന കേസ് പിൻവലിക്കുന്നു എന്ന് അറിയിക്കാനായിട്ടായിരിക്കണം. ഓക്കെ? ശരി. മേഡം ഒരു കൊലക്കേസ് ചോദിക്കാണ്ടല്ലോ. ഹായ് നന്ദുട്ടാ, യാത്രയൊക്കെ എങ്ങനെയുണ്ടായിരുന്നു? നന്നായിട്ട് എക്സാം എഴുതി? വെരി ഗുഡ്. മോനുന് ഇഷ്ടപ്പെട്ട ഡയറി മിൽക്ക് ഇതാ. അയ്യോ അമ്മ, ഇതും മോനുന് തന്നെ. കഴിക്കേ, കൈ തന്നാ മതി. കഴിക്കടാ. ആൾ നോക്കുന്നമ്മ. അതിനെന്താ, നീ വല്ലാതെ ക്ഷീണിച്ചു നന്ദൂട്ടാ. അമ്മ എടുത്ത് 100 വട്ടം ഞാൻ പറഞ്ഞിട്ടുള്ളതാ, ഈ നന്ദൂട്ടാന്ന് വിളിക്കരുന്ന്. കൊച്ചുകുട്ടീനെ പോലെ തോന്നും. വിവേകം എന്ന് വിളിച്ചാ മതി. പക്ഷേ ഈ മുഖത്തിന് ഈ കുട്ടിത്തുള്ള പേരേ ചേരൂ. നന്ദൂട്ടൻ. നന്ദൂട്ടനും എത്തിയോ? അയ്യോ, അങ്ങനെ വിളിക്കരുത്, ഭയങ്കര കുറച്ചില്ല. അവനങ്ങനെയൊക്കെ ഉണ്ട്. റിസൾട്ട് അറിയുന്നതിന്റെ അടുത്ത ദിവസം ഞങ്ങൾ കോടതിക്ക് അവധി കൊടുക്കാം. പാർട്ടി മോൻ എന്തായാലും ഫസ്റ്റ് റാങ്ക് ആവുമല്ലോ. ഈ കോടതി കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ പാർട്ടിയാ മേഡം അറേഞ്ച് ചെയ്യാൻ പോണേ. അമ്മ മോൻ ചെല്ല്, അമ്മ നേരത്തെ വരാം. അല്ല, കീ എനിക്ക് ഞാൻ അച്ഛനെ വിളിച്ചോളാം. അച്ഛനവിടെ? അഡ്വക്കേറ്റ് മണ്ണന്തല സുശീൽ കുമാറിനെ തോൽപ്പിക്കാൻ കരുക്കൾ നീക്കുക. നമുക്കൊരു ഗെയിം കളിക്കാം. എന്ത് ചെസ്സാ? അച്ഛന് പറ്റിയത് ആ മണ്ടന്തലയാ. അതെ, ഇപ്പൊ തൽക്കാലം ഇതൊക്കെ ഒന്ന് മാറ്റി വെക്കും. എനിക്ക് വളരെ സീരിയസ് ആയിട്ടൊരു കാര്യം ഡിസ്കസ് ചെയ്യാനുണ്ട്. എന്താടാ? അതൊക്കെ പറയാം. ഞാൻ അമ്മയും കൂടി ഒന്ന് വിളിക്കട്ടെ. അമ്മ വിളിച്ചിട്ട് പോയാ. ഒരു സെക്കൻഡ് കറണ്ട് പോയാ അപ്പൊ എന്നെ കെട്ടിച്ച ആർക്കും. എന്താ വിവേകാനന്ദൂട്ടം നന്ദൂട്ടം പെരുവഴിയില്? അങ്ങളെ എന്നെ ഒന്ന് ഹെൽപ്പ് ചെയ്യാം. പോണ്ടിച്ചേരി അമ്മയുടെ കൂടെ 9B-ലാണോ അതോ അച്ഛന്റെ കൂടെ 9C-ലാണോ? ഒന്ന് പോയി അവിടുന്ന്. ഫ്രെഡി അങ്കിളെ, അങ്കിൾ ഈ ഫ്ലാറ്റിന്റെ അസോസിയേഷൻ സെക്രട്ടറി ആണല്ലോ. ഈ ഫ്ലാറ്റിൽ ഒരു മെമ്പർക്ക് ഒരു പ്രശ്നം വന്നാൽ അത് തീർക്കേണ്ട ഉത്തരവാദിത്തം സെക്രട്ടറിക്കില്ലേ? കറക്റ്റ്. അങ്കിളെ, എന്റെ അച്ഛനും അമ്മയും അവരുടെ അച്ഛന്റെ സ്ഥാനത്ത് കാണുന്ന വ്യക്തിയാണ് അങ്കിള്. ആ ഒരു സ്വാതന്ത്ര്യം കൊണ്ട് പറയുന്ന കൂട്ടിക്കോ. നീ കാര്യം പറയടാ. അത് തൂങ്ങിച്ചാകണോ? അല്ല, പിന്നെ കല്യാണം കഴിക്കണം. ഈ വയസ്സുകാലത്തോ? എനിക്ക് കല്യാണം കഴിക്കണം എന്ന്. നിനക്കോ? അങ്ങനെ സീരിയസ് ആയിട്ടാ? നീയും ചിരിക്കടി. എനിക്ക് കരയാനാ തോന്നുന്നേ. നിനക്കൊന്നും എന്റെ വിഷമം പറഞ്ഞാൽ മനസ്സിലാവില്ലടി. നിനക്ക് നാളെ കല്യാണ പ്രായമാകുമല്ലോ, അന്ന് ഞാൻ കാണിച്ചു തരാം. നിന്റെ അമ്മ അച്ഛനെ പറഞ്ഞ കുത്തുവാക്കുകളൊക്കെ നീ കേട്ടല്ലോ അല്ലേ? അച്ഛൻ പറഞ്ഞതും കേട്ടു.
നോക്കനന്തുട്ടാ. അനന്തു. ആ അനന്തു. നീ കഴിഞ്ഞ തവണ വെക്കേഷൻ ഒന്ന് തിരിച്ചു പോയപ്പോ നിനക്ക് പോക്കറ്റ് മണിയായിട്ട് അമ്മ എത്ര രൂപ തന്നു? 5000. അച്ഛൻ എത്ര രൂപ തന്നു? 10000. ഈടാ അതാണ് സ്നേഹം. അമ്മയ്ക്കുള്ളതിനേക്കാൾ ഇരട്ടി സ്നേഹം എനിക്കുണ്ടെന്ന് നിനക്ക് മനസ്സിലായില്ലേ? എന്താടാ? ഏയ് അച്ഛൻ 10000 രൂപ തന്നറിഞ്ഞിട്ട് അമ്മ എനിക്ക് 20000 ചെക്ക് അയച്ചു തരും. എന്നെ തോൽപ്പിക്കണമെന്നുള്ള ഒറ്റ ചിന്തയല്ലേ നിന്റെ അമ്മയ്ക്കുള്ളൂ. അതുപോട്ടെ അനന്തു, ഇതെന്റെ വാശിയാ. നീ ജോലി ചെയ്യാൻ പോകുന്നത് US തന്നെ. അത് മതി. പക്ഷേ പിന്നെന്താ? ഞാൻ നേരത്തെ പറഞ്ഞ കാര്യം, എന്റെ വിവാഹം. അച്ഛാ ഞാൻ ഒന്ന് പറയട്ടെ. പറഞ്ഞോ. ഇതുപോലുള്ള തമാശകൾ നീ ഇനിയും പറയണം. ജീവിതത്തിൽ ഒരിക്കലും ചിരിക്കാൻ കഴിയില്ല സ്ത്രീക്കെന്നാണ് ഞാൻ വിചാരിച്ചിരുന്നത്. അച്ഛൻ തമാശയൊന്നുമില്ല, ഞാൻ പറയട്ടെ. കാര്യോ? ഗാന്ധിജിയൊക്കെ 13-ാം വയസ്സിലെ കല്യാണം കഴിച്ച. അതുപോലെ എത്ര മഹാന്മാര് സ്കൂളിൽ പഠിക്കുമ്പോൾ പെണ്ണ് കെട്ടിയേക്കണം. അവരുടെ അച്ഛനും അമ്മയ്ക്കൊന്നും ഒരു കുഴപ്പമില്ല. അവരുടെ മകനായിട്ട് വല്ല ജനിച്ചാൽ മതിയായിരുന്നു. അച്ഛാ എനിക്ക് കല്യാണം കഴിക്കണം. കല്യാണം കഴിക്കണം? ഒറ്റ അടിയാൻ വെച്ച് അച്ഛനും അമ്മയും കല്യാണം കഴിച്ചപ്പോൾ ഞാൻ ഒന്നും പറഞ്ഞില്ല. അതുകൊണ്ട് തന്നെയാണ് നിന്നോട് കല്യാണം കഴിക്കണ്ടെന്ന് ഞാൻ പറയുന്നത്. അച്ഛാ കിടന്നുറങ്ങ. ഏത് നേരത്തെ ഇവരുടെ വയറ്റിൽ വന്ന് പറക്കാൻ തോന്നി എന്തോ. വീടില്ലടി ചക്കര. എന്താ അച്ഛനെന്താ ഇവിടെ? സോറി, അച്ഛനായിരുന്നോ? എല്ലാം തകർന്നു. ഞാൻ അപ്പോഴാ പറഞ്ഞത് എന്നെ കെട്ടിക്കാൻ. നീ എന്തെങ്കിലും പറഞ്ഞോ? ഏയ് ഞാൻ ഉറങ്ങുകയില്ല അച്ഛാ. സമാധാനം പറയണം. എന്റെ FM-ന്റെ സൽപ്പേര് മൊത്തമായിട്ട് നശിപ്പിച്ചേക്കുവാ. അതിന് സമാധാനം പറഞ്ഞ നഷ്ടപരിഹാരം തരാതെ ഈ പാപ്പച്ചൻ വിടത്തില്ല. സർ കൂൾ ഡൗൺ. ഐ ആസ്ക്. എന്നാ അങ്ങോട്ട് ആസ്ക്. കാവ്യ, റേറ്റിംഗിൽ 1-ാം സ്ഥാനത്തേക്ക് വരികയായിരുന്നു നമ്മുടെ FM. ഒറ്റ മണിക്കൂർ കൊണ്ട് അതിന്റെ റെപ്യൂട്ടേഷൻ മുഴുവൻ ഡാമേജാക്കി. ബ്രോഡ്കാസ്റ്റിംഗ് മിനിസ്ട്രിയിൽ വരെ കംപ്ലൈന്റ് പോയി കഴിഞ്ഞു. FM-ലൂടെ ഫൗൾ ലാംഗ്വേജസ് യൂസ് ചെയ്തെന്നും പറഞ്ഞു. ഫോൺ കോൾസ് വന്നുകൊണ്ടിരിക്കുക. ഞാൻ കാപ്പി കുടിച്ചോണ്ടിരിക്കുകയായിരുന്നു. അപ്പൊ അന്നാമ്മ ഓടി വന്നേച്ച് പറഞ്ഞത് നമ്മുടെ FM കൂടെ മുട്ടൻ തെറിയുന്നു. കഴിച്ചത് പാതി കഴിക്കാത്ത പാതി. ഞാൻ നമ്മുടെ പുതിയ സ്കോഡയിൽ അന്നമ്മയായിട്ട് ഇങ്ങോട്ട് ഭാഗ്യായിരുന്നു. സർ പ്ലീസ്, ഞാനൊന്ന് പറയട്ടെ. നീ ഇനി ഒന്നും പറയണ്ട. പിന്നെ ഞാൻ ആ കുട്ടി പറയട്ടെ. കാവ്യ. സർ ഞാനൊരു ആർജിയാണ്. ആർജി കോളേജ് കളിയാക്കാറുണ്ട്, പ്രൊവോക്ക് ചെയ്യാറുണ്ട്. അങ്ങനെയുള്ള എത്രയോ സിറ്റുവേഷൻസ് രസകരമായിട്ട് ഹാൻഡിൽ ചെയ്തിട്ടുണ്ട്. പക്ഷെ ഇതിപ്പോ അയാൾ എന്നെയല്ല, മുഴുവൻ സ്ത്രീകളെ കളിയാക്കിയത്. സ്ത്രീ സമൂഹത്തെ മൊത്തത്തിൽ ചവിട്ടിമെതിച്ചു. അങ്ങനെ എനിക്ക് തോന്നിയത്. ബിസിനസ്സിൽ കസ്റ്റമർ പറയുന്നതാ കറക്റ്റ്. FM-ൽ ശ്രോതാക്കൾ പറഞ്ഞ അങ്ങ് സമ്മതിച്ചു കൊടുത്തേക്കണം. അതിനു വേണ്ടിട്ടാ മിങ്കിന്നും പിങ്കിന്നും ടിങ്കിന്നും കള്ളപ്പേരും ചെല്ലപ്പേരും പറഞ്ഞ് നിന്നെയൊക്കെ ഇവിടെ വെച്ചിരിക്കുന്നേ. എന്റെ ഐഡന്റിറ്റിയെ മറന്ന് എല്ലാം അങ്ങ് സമ്മതിച്ചു കൊടുക്കാൻ എനിക്ക് പറ്റില്ല. ഐ ഹാവ് മൈ ഓൺ പേഴ്സണാലിറ്റി, മൈ ഓൺ ഐഡന്റിറ്റി. എനിക്ക് എന്റേതായ കാഴ്ചപ്പാടുകളുണ്ട്. അത് ശരി. എന്റെ കൊച്ചേ, അതങ്ങ് നേരത്തെ പറയണ്ടായിരുന്നോ? സ്റ്റേഷൻ ഹെഡ് സാറേ, കൊച്ചിനൊരു ഡിസ്മിസിലിംഗ് അങ്ങ് അടിച്ചു കൊടുത്തേരും. അയ്യോ സർ, നമുക്ക് ഒന്നുകൂടെ പറഞ്ഞത് കേൾക്കണോ? രഞ്ജിത്ത് മേനോൻ, ബാംഗ്ലൂരിൽ എഞ്ചിനീയർ. വലിയ കുടുംബം, നല്ല സ്വഭാവം. വലിയില്ല കുടിയില്ല, പക്ഷെ പൊരുത്തം 4 ഉള്ളൂ. ഇന്നത്തെയും ചേർത്ത് 32 പേരായി. പക്ഷെ വിഷമിക്കണ്ട, എന്റെ സ്ഥാപനം യുവർ പാർട്ട്ണർ. ഇവിടുത്തെ കുട്ടിക്കും ഒരു നല്ല പാർട്ട്ണറെ കണ്ടുപിടിച്ച് തന്നിരിക്കും. എന്റെ നെഞ്ചില് തീയ. 21 വയസ്സ് തികയാൻ ഇനി 4 മാസം കൂടി ഉള്ളൂ. എല്ലാ പൊരുത്തം ഒത്തുവരണമെന്ന് ബലം പിടിക്കുന്നതിന്റെ പ്രശ്ന. ഒരു 5 പൊരുത്തം അല്ലെങ്കിൽ 6 പൊരുത്തം, അത് മതിയെങ്കിൽ. ഇല്ല, ഇനി ജാതകം തെറ്റിച്ച് കണ്ണീര് കുടിക്കാൻ വയ്യ. ഈശ്വര, കുട്ടി നേരത്തെ ആണല്ലോ. ഇനി ഇവിടെ നിന്ന് ഞാൻ കണ്ണീര് കുടിക്കും. എത്ര പേരുടെ ജാതകക്കുറിപ്പായിട്ടാ ഇന്നത്തെ വരവ്? 4 പേരുടെ. പക്ഷെ പേടിക്കണ്ട, ഒന്നും ചേരില്ല. ചേച്ചി ചെല്ല്. 100 വട്ടം പറഞ്ഞാൽ ഇദ്ദേഹത്തിന് മനസ്സിലാവില്ല. എന്റെ വിവാഹാലോചന എപ്പോ തുടങ്ങണമെന്ന് ഞാൻ തീരുമാനിക്കും. 25 വയസ്സെങ്കിലും ആകാതെ എനിക്ക് വിവാഹം വേണ്ട. 21 വയസ്സിന് മുമ്പ് നിന്റെ വിവാഹം നടന്നിരിക്കണം. അല്ലെങ്കിൽ 32 കഴിഞ്ഞ പാടുള്ളൂ. എന്താ 32 വയസ്സ് കഴിഞ്ഞ് വിവാഹം ചെയ്ത് ആകാശം ഇടിഞ്ഞു വീഴുവോ? ആകാശം ഒന്നും ഇടിഞ്ഞു വീഴത്തില്ല. പക്ഷെ നിന്റെ അച്ഛന്റെ ആഗ്രഹം അത് മറക്കരുത്. നിന്റെ അനിയത്തി 1 വയസ്സേ വ്യത്യാസമുള്ളൂ. ഇവളുടെ ഭാവിയെങ്കിലും ഒന്ന് ഓർമ്മിക്കും.
ചേട്ടൻ പോയിട്ട് നാളെ മറ്റോ വാ. ഞാൻ പോയിട്ട് നാളെ മറ്റോ വരാം. വരണം സാർ. ഇങ്ങനെ മസിൽ പിടിച്ച് നിൽക്കാതെ വാടൂ. കുറെ നേരമായി ഞങ്ങൾ കാത്തിരിക്കാൻ തുടങ്ങിയിട്ട്. ഇരിക്കേ. വേണ്ട അങ്കിൾ, ഇരിക്കാ. നീ മിണ്ടരുത്. മോളെ, നിങ്ങൾ ഇവന്റെ ഫ്രണ്ട്സ് അല്ലേ? നിങ്ങളല്ലേ ഇവനെ ഉപദേശിച്ചു കൊടുക്കേണ്ടത്? ഇന്ന് എന്തായിരുന്നു റേഡിയോയിലൂടെ ഇവന്റെ അട്ടഹാസവും വെല്ലുവിളിയും നാട്ടുകാർ മുഴുവൻ കേട്ടില്ലേ? ഒരു കല്യാണക്കാര്യവും പറഞ്ഞു. അത് കോടതിയിലും ഇതിനെക്കുറിച്ചായിരുന്നു എല്ലാവരുടെയും സംസാരം. എന്തായാലും ഇത്രയും വേണ്ടായിരുന്നു മോനെ. അമ്മ അത് അവള് ഇത് കൊള്ളാം. കഴിഞ്ഞതൊക്കെ പറയാനും കരയാനുമാണോ ഞങ്ങളൊക്കെ വിളിച്ചു കൂട്ടിയത്? അങ്കിൾ, ആന്റി, ഇനി എന്താ വേണ്ടെന്ന് ആലോചിക്ക്. അതാ നല്ലത്. അതാ നല്ലത്. ആ, കോളേജ് വെച്ച് ഇവനെ ഒരേ ഒരു ചിന്ത ഉണ്ടായിരുന്നുള്ളൂ, കല്യാണം. വേണമെങ്കിൽ ആരെങ്കിലും പ്രേമിക്കാൻ ഞങ്ങൾ പറഞ്ഞതാ. അതിന് പറ്റിയ സിറ്റുവേഷനും ആയിരുന്നു അവിടെ. അവിടെ ഇനി പുതിയ അഡ്മിഷൻ എപ്പോഴാന്ന് അറിയ എനിക്കും കൂടെ ചേരായിരുന്നു. നിങ്ങളെല്ലാം കൂടി പാവ ഈ പോണ്ടിച്ചേരിനെ വിഷമിപ്പിക്കാതെ കല്യാണം അങ്ങ് നടത്തി കൊടുക്ക്. അന്നാമച്ചേട്ടത്ത് പറഞ്ഞായിരുന്നു ശരി. നമുക്ക് വിവേകിന്റെ കല്യാണമൊക്കെ നടത്തി കൊടുക്കാം. അതെ. അങ്കിൾ എന്താണ് ഈ പറയുന്നത്? അതെ, ശൈശവ വിവാഹം നിരോധിച്ചിരിക്കുകയാണ്. IPC 300 ചെല്ലുവാനാണെന്ന് തോന്നുന്നു. അങ്കിളിനോടും ഫ്രണ്ട്സിനോടും വരാൻ പറഞ്ഞത് ഇവനെ ഒന്ന് ഉപദേശിച്ചു മാറ്റാൻ വേണ്ടിട്ടാ. ഒരു ഭർത്താവാകാനുള്ള പ്രായം, പാകത അതൊന്നും ആയിട്ടില്ലവന്. സ്വന്തമായിട്ടൊരു ജോലി പോലും ഇല്ല. റിസൾട്ട് വന്ന ഉടനെ ജോലി ശരിയാവില്ലേ? അതെ. ആന്റി, നിങ്ങളെക്കാൾ ഇവനെ നല്ലപോലെ മനസ്സിലാക്കിയിട്ടുള്ളവരാ ഞങ്ങള്. ആ ഒരു എക്സ്പീരിയൻസ് വെച്ച് ആത്മാർത്ഥമായിട്ട് പറയാം, ഇവന്റെ മനസ്സിൽ വിവാഹം അല്ലാതെ മറ്റൊന്നുമില്ല. നമുക്കെല്ലാവർക്കും കൂടി ഇതങ്ങ് നടത്തി കൊടുക്കാം. ഇന്നലെ രാത്രി ഇവൻ കല്യാണക്കാരും പറഞ്ഞപ്പോ ഞങ്ങൾ ചിരിച്ചു. ഇപ്പോഴത്തെ നാട്ടുകാരും ചിരിച്ചു തുടങ്ങി. അങ്ങനെ ചിരിക്കാനുള്ള സബ്ജക്റ്റ് ആണോ രക്ഷാകർത്താക്കളും മോനും? സമ്മതിക്കാൻഡി. പ്ലീസ് അങ്കിൾ. അങ്കിൾ പ്ലീസ്. പ്ലീസ് ആന്റി. എല്ലാവർക്കും അതാണ് അഭിപ്രായമെങ്കിൽ എല്ലാവരും ഉദ്ദേശിച്ചത് തന്നെയാ. തന്റെ അഭിപ്രായം പറ. സമ്മതിക്കടോ. കൊന്നാലും സമ്മതിക്കരുത്. നീങ്ങ. നിനക്ക് വേണം. അനന്തൂട്ടാ, ഞാൻ പറയുന്ന ഒന്ന് കേൾക്ക്. നീ ശരിക്കൊന്ന് ആലോചിക്കും. നീ വിചാരിക്കുന്ന പോലെ അല്ല കല്യാണം. ഈ കല്യാണ ദിവസം കല്യാണ ചെറുക്കൻ ഒടുക്കത്തെ ചിരിയും തമാശയൊക്കെ ആയിരിക്കും. കല്യാണ പെണ്ണാണെങ്കിലോ വൃത്തികെട്ട കരച്ചിലും. അടുത്ത ദിവസം മുതൽ അവൻ കരയും, അവള് ചിരിക്കും. മോനെ, ഈ കല്യാണം എന്ന് പറയുന്ന ഒരു പ്രഹേളി കഥകളിയാണ്. അതുകൊണ്ടല്ലേ ഞാൻ കല്യാണം കഴിക്കാത്ത. എനിക്ക് വേണമെങ്കിൽ. അച്ഛാ, എന്റെ ഉറച്ച തീരുമാനം. ആണോ? അപ്പൊ കല്യാണം കഴിക്കാൻ തീരുമാനിച്ചു. ഓക്കെ. നമ്മുടെ ട്രീസ ഇല്ലേ? ട്രീസയ്ക്ക് എന്ത് പറ്റി? ചെറുപ്പം മുതൽ നിന്റെ കൂടെ ഒന്നിച്ച് പഠിച്ച കുട്ടിയല്ലേ? നല്ല സ്വഭാവവും നിന്റെ രീതികളും ഇവിടുത്തെ അറ്റ്മോസ്ഫിയറും ഒക്കെ അവൾക്ക് ശരിക്കും അറിയുകയും ചെയ്യാം. പിന്നെ 2 കാസ്റ്റ്. എടാ, കുട്ടി നല്ലതാണെങ്കിൽ കാസ്റ്റ് ഏതായാലും എന്താ? ഞാനൊന്ന് സംസാരിക്കട്ടെ SP യോട്. എന്ത്? നിന്റെ പ്രപ്പോസല് ട്രീസയുമായിട്ട്. എന്താടാ? അച്ഛാ, ഞാനും ജഹാംഗീറും പിഷാരടിയും ട്രീസയൊക്കെ വളരെ നല്ല ഫ്രണ്ട്സാ. ഫ്രണ്ട്സ് മാത്രം, കുടുംബമാക്കാൻ വേണ്ടിട്ടല്ല, എന്നും നല്ല ഫ്രണ്ട്സ് ആയിട്ടിരിക്കാൻ വേണ്ടിട്ടാണ് ഞങ്ങളുടെ ഈ ഫ്രണ്ട്ഷിപ്പ്. അതിൽ ഇങ്ങനൊരു കളർ കൂട്ടിച്ചേർക്കുന്ന കാര്യത്തെ കുറിച്ച് ഞങ്ങൾ സ്വപ്നത്തിൽ പോലും ചിന്തിച്ചിട്ടില്ല. ആണോ? ശരി. നമ്മുടെ ചന്ദ്രമാമന്റെ മകൻ ഗോപി ഇല്ലേ? അയാളുടെ മെഡിക്കൽ കോളേജ് പഠിക്കുന്ന മകളുടെ പേര്? അയ്യോ, അതൊന്നും വേണ്ട. എന്നിട്ട് വേണം നന്ദിനി മേഡത്തിന്റെ കൊച്ചിച്ചന്റെ മകളുടെ കാര്യം ആലോചിച്ചുകൊണ്ട് വരാൻ. നമുക്ക് മാരേജ് ബ്യൂറോയിൽ രജിസ്റ്റർ ചെയ്താൽ മതി. ആണോ? എന്നാ പിന്നെ നാളെ തന്നെ ഏതെങ്കിലും മാരേജ് ബ്യൂറോയിൽ രജിസ്റ്റർ ചെയ്യണം. ഓക്കെ? നീ അവിടെയല്ലേ കിടക്കുന്നത്? ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. ശരി മോനെ. മാരേജ് ബ്യൂറോയിൽ നിന്ന് രജിസ്റ്റർ ചെയ്യണ്ട, വല്ല പത്രത്തിൽ കൊടുത്താ പോരെ? അത് വേണ്ട. നീ കേട്ടിട്ടില്ലേ പണ്ടൊരാൾ പത്രത്തിൽ പരസ്യം കൊടുത്തത്? നല്ലൊരു ഭാര്യ ആവശ്യമുണ്ടെന്ന് പറഞ്ഞു 50,000 മറുപടിയല്ലേ വന്നത്. എന്റെ ഭാര്യ എടുത്തോ, എന്റെ ഭാര്യ എടുത്തോ എന്ന് പറഞ്ഞു. അതുകൊണ്ട് ബ്യൂറോ മതി. നീ പോയി കിടന്ന് ഉറങ്ങ്. എന്ത് ബ്യൂറോ? അപ്പൊ ബ്യൂറോ ഭാഗ്യ. അതേ ഞാൻ പറയൂ.
പയ്യനും ഫ്രണ്ട്സും കൂടെ രജിസ്റ്റർ ചെയ്യാൻ വരുമ്പോ ഞാൻ കരുതിയില്ല ഇത്രയും ഉത്തമമായിരിക്കുമെന്ന്. ഇങ്ങോട്ട് വരാ. എവിടേക്ക്? എനിക്ക് കളിക്കാൻ സമയമില്ല. വന്ന് ഇങ്ങോട്ട്. എന്റെ അമ്മേ ഇവിടെ ഉണ്ടായിരുന്ന ഇവിടെ ദിവ്യ അങ്ങോട്ട് വരാൻ വിടാൻ. നോക്കുമോളെ നോക്കൂ എങ്ങനുണ്ട്? നല്ല പയ്യന മോളെ, നല്ല കുടുംബവും. പിന്നെ പ്രായം 22 വയസ്സ് ഒരു നല്ല പ്രായമല്ലേ? അല്ല, ജാതക ചേർച്ചയാണല്ലോ നമുക്ക് പ്രധാനം. MBAയുടെ റിസൾട്ട് വന്നാൽ ഉടൻ ജോലി കിട്ടും. അതും അമേരിക്കയിലോ ഇംഗ്ലണ്ടിലോ. പറഞ്ഞൂടെ? കുട്ടിയൊന്നും മിണ്ടുന്നില്ല. ഇനി 4 മാസം കൂടി ഉള്ളു നിനക്ക് 21 വയസ്സ് തികയാൻ. 21 എന്റെ സ്റ്റഡീസ്, എന്റെ ഫ്യൂച്ചർ, എന്റെ അംബിഷൻസ്, അതിനെ പറ്റി ഒന്നും ആരും ആലോചിക്കുന്നില്ല. അച്ഛന്റെ ആക്സിഡന്റ് അത് ജാതകപ്രകാരം മോശം സമയമായതുകൊണ്ടല്ല, എതിരെ ഓടിച്ചു വന്നതിന്റെ അശ്രദ്ധ. അങ്ങനെയാ സംഭവിച്ചേ. 22 വയസ്സ്. ഇയാൾക്ക് ലൈഫിനെ പറ്റി എന്തറിയാൻ പറ്റും ഈ ഏജില്? ഇതുപോലെ ഒരുത്തം കാരണം എന്റെ ജോലി പോയത്. ഇനി ഞാനൊരു ബാധ്യതയാണെങ്കിൽ വല്ല ഹോസ്റ്റലിലേക്കോ അങ്ങനെ എവിടേക്കെങ്കിലും പോയിക്കോളാം. വേണ്ട, ഞാൻ പോയിക്കോളാം. മരിച്ചവരോട് കടമ കാണിക്കേണ്ടതേ അവരാഗ്രഹിച്ചത് സാധിച്ചു കൊടുത്തിട്ടാ. അപകടത്തിൽപ്പെട്ട് ഹോസ്പിറ്റലിൽ കിടക്കുമ്പോ അദ്ദേഹം ഒന്നേ പറഞ്ഞുള്ളൂ, 21 വയസ്സിന് മുൻപ് നിന്റെ വിവാഹം നടത്തണം. അച്ഛന്റെ ഓമന പുത്രി, ആ അച്ഛനോട് അല്പമെങ്കിലും സ്നേഹം ഉണ്ടെങ്കിൽ നീ ഈ കല്യാണത്തിന് സമ്മതിക്കണം. അദ്ദേഹത്തിന്റെ ആത്മാവിനെ വേദനിപ്പിക്കാനാണ് ഭാവമെങ്കിൽ പിന്നെ ഞാനുണ്ടാവില്ല. എന്താന്ന് വെച്ചാ തീരുമാനിച്ചോളൂ. പുരുഷനായി അമ്പലത്തിൽ ഉരുളി കമഴ്ത്തി മീശ വളരൂ. ഇത് ഐബ്രോയിൽ നിന്ന് നിൽക്കില്ല അനന്ത് നന്ദൂട്ട. കരി ഓയിൽ പരീക്ഷിക്കുന്നതായിരിക്കും നല്ലത്. പെണ്ണ് കാണാൻ പോകുമ്പോഴെങ്കിലും ഈ LKG ഡ്രസ് ഒന്ന് മാറ്റിക്കൂടെ? അതെ, താഴെ എല്ലാരും വെയിറ്റ് ചെയ്യാണ്, പെട്ടെന്ന് വന്നേക്കണം. കൊള്ളാം, നല്ല ഫ്ലൂ ഉഗ്രനായിട്ടുണ്ട്, പെട്ടെന്ന് വന്നേക്കണം. ആദ്യ കാഴ്ചയിൽ തന്നെ ഒരു വില്ലനാണെന്ന് തെറ്റിദ്ധരിച്ചാലോ? ഇപ്പൊ കൊള്ളാം. 21 വയസ്സിനകം കല്യാണം നടക്കണം. അതാ ഇപ്പൊ എടിപിടിന്ന് നടത്തുന്നത്. പയ്യന്റെ പ്രായം പോലും നോക്കാതെ. പ്രായമൊക്കെ ആയത് പയ്യന്റെ പ്രായം നല്ല ബെസ്റ്റ് പ്രായമല്ലേ? കാവ്യയുടെ 18 വയസ്സുവരെ ലക്ഷ്മിയും പിള്ളേരും ദുബായിലായിരുന്നു. അവിടെ വെച്ച് അളിയൻ ആക്സിഡന്റിൽ പോയപ്പോ പിന്നെ ഇങ്ങോട്ട് പോന്നു. ജാതകത്തിൽ എങ്ങനെയാ എഴുതി വെച്ചത് അതുപോലെ തന്നെയായിരുന്നു അളിയന്റെ മരണം. എന്നാ പിന്നെ മോളെ വിളിക്കല്ലേ? വരട്ടെ. പയ്യൻ എവിടെ ജോലി എന്ന് പറഞ്ഞ? ജോലി ഉടനെ ആവും. അതെ, UK. നോ, US UK വഴിയാണല്ലോ US പോകേണ്ടത്. UK വഴിയൊന്നും അല്ല USA പോകുന്നത്, ശരിക്കും മണ്ണന്തല വഴിയാ പോകുന്നത്. നിനക്കെങ്ങനെ അറിയാം? എന്റെ വീട്ടിന്റെ മുകളിൽ കൂടെ വിമാനം പറന്നു പോകുന്നത് ഞാൻ കണ്ടിട്ടുള്ളതല്ലേ. കാവ്യ വിളിക്കല്ലേ? മോളെ കാവ്യേ. ഇതാണ് പയ്യൻ നന്ദു. അതെ, നന്ദു, അനന്തു, വിവേക്, അങ്ങനെ 3 പേരുണ്ട്. 4 പേരുണ്ട്. എനിക്കിതൊന്നും വേണ്ട, 2 ഉണ്ണിയപ്പം കിട്ടിയിരുന്നെങ്കിൽ കൊള്ളായിരുന്നു. ഞങ്ങളൊക്കെ ഇവന്റെ ഫ്രണ്ട്സാ. എന്ന് വെച്ചാ ഞങ്ങൾ ഇവനാണ്, ഇവൻ ഞങ്ങളാണ്. ഞങ്ങളൊരു ടീമാണ്. പിള്ളേർക്ക് എന്തെങ്കിലും സംസാരിക്കാനുണ്ടെങ്കിൽ ആവാം.
അതെ, പിള്ളേരെല്ലാം ഇവിടെ കിടന്ന് വരവാതെ പുറത്തു നിന്ന് ബഹളം വയ്ക്കാതെ സംസാരിക്കും. പോകോ. പയ്യനും പെണ്ണും സംസാരിക്കുന്ന കാര്യമാണ് പറഞ്ഞത്. സംസാരിച്ചാലോ? പുറത്തേക്ക് നിൽക്കല്ലേ? എന്ന് പിടിച്ചേ, കയ്യിലിരിക്കല്ലേ? പിടിച്ചു സംസാരിച്ചിട്ട് വരാം. എന്റെ പുതിയ ഫോട്ടോ എന്റെ 10-15 തന്നല്ലേ? മുഖം നോക്ക്, നല്ല ലേറ്റസ്റ്റ് ഗെറ്റപ്പാ. ഇതോ? ആ വെച്ചോ, ഏതെങ്കിലും പറഞ്ഞ റെഡിയാക്കും. അതെ, ലാവളയുള്ള നിന്റെ ഒരു കുഞ്ഞമ്മയല്ലേ, അവരെ എനിക്ക് റെഡിയാക്കി തരാൻ പറ്റും. ഇതൊക്കെയാണ് എന്റെ മനസ്സിലെ ഭാര്യാസങ്കല്പങ്ങൾ. അതൊക്കെ ഒത്തു വന്നിരിക്കുകയാണ് കാവ്യയില്. ലോകത്തിലെ ഏറ്റവും ഭാഗ്യവാനായ മനുഷ്യൻ ആരാന്നറിയോ കാവ്യക്ക്? സ്വപ്നം കാണുന്നത് സാധിച്ചെടുക്കുന്നവൻ. അങ്ങനെ നോക്കുമ്പോ ഈ ലോകത്തിലെ ഏറ്റവും ലക്കിയസ്റ്റ് മാൻ ഞാനാ. കാരണം എന്റെ ഡ്രീംസിൽ പല രൂപങ്ങളിൽ വന്നിരുന്നവർ ദാ ഇപ്പൊ കാവ്യായി എന്റെ മുന്നിൽ. വിവേകിന്റെ സങ്കല്പങ്ങളൊക്കെ ഞാൻ കേട്ടു. എനിക്കും ഉണ്ടായിരുന്നു സ്വപ്നങ്ങൾ. ആണോ? കാവ്യയുടെ സങ്കല്പത്തിലെ ഭർത്താവിന്റെ ഫീച്ചേഴ്സ് ഇല്ല എനിക്ക്. എന്റെ ഏറ്റവും വലിയ ആഗ്രഹം ഇതുവരെ സംസാരിച്ചു തീർന്നില്ലേ? അതെ, കല്യാണ ശേഷം പറയാനും വല്ലോ ബാക്കി വെച്ചേക്കണേ. നിന്നെ എല്ലാരും അവിടെ വെയിറ്റ് ചെയ്യാ. എടി, എന്റെ സങ്കല്പങ്ങളില്ലേ? നീ വന്നേ. സംസാരിച്ചു കഴിഞ്ഞിട്ടില്ല. എന്തോന്നടാ പെൺകുട്ടികളെ കണ്ടിട്ടില്ലാത്ത പോലെ. ഉള്ള വെയിറ്റ് കൂടെ കളയല്ലേ. ഓവറായോ? ഓവർ ആക്കാതിരുന്നാ മതി. കാവ്യ, അപ്പൊ തൽക്കാലത്തേക്ക് ഇവനെ ഞങ്ങൾ കൊണ്ടുപോവാ. കല്യാണ മണ്ഡപത്തിൽ നാട്ടുകാരുടെ മുമ്പിൽ വെച്ച് സ്ഥിരമായിട്ട് അങ്ങ് വിട്ടു തന്നേക്കാം. വാടാ. ഒരു മിനിറ്റ് പോട്ടെ. എന്താണ് ഇത്ര നേരം സംസാരിച്ചത്? സ്വപ്നത്തിൽ നിനക്ക് സങ്കല്പവാരിമാർ ഒത്തിരി വരാറുണ്ടല്ലോ, താരങ്ങൾ ഉൾപ്പെടെ. അവർക്കൊപ്പം വരുവാടേ ഇത്? അവരെക്കാളൊക്കെ സുന്ദരിയാണ് എന്റെ ഈ കാവ്യ. ഐശ്വര്യ റായിയുടെ കണ്ണിനെ കുറിച്ച് പറയായിരുന്നല്ലോ. ആ ഒരു തിളക്കം ഉണ്ടോടെ നിന്റെ പെണ്ണിന്റെ കണ്ണിന്? നീ സ്വപ്നത്തിൽ കണ്ട പെണ്ണിന്റെ തലമുടി പോലെ തന്നെയാണോടാ നിന്റെ കാവ്യയുടെയും? പല്ലുകൾ എങ്ങനെ മുല്ലമുട്ട് പോലെ തന്നെയാണോ? പറയടാ, എങ്ങനെയുണ്ട് നിന്റെ പെണ്ണ്? എന്റെ ഈ പെണ്ണ് ഞാനിങ്ങനെ ആലോചിക്കായിരുന്നു. എന്താ? അല്ല, ഈ സെറ്റ് മുണ്ടും മുല്ലപ്പൂവും. എന്താ? അല്ല, ഈ പാലെവിടെ? ഈ ചൂട് സമയത്തിന് രാത്രി പാലാണോ വിവേക് കുടിക്കുന്നത്? എന്താ വിളിച്ചത്? എന്താ? അല്ല, എന്നെ വിളിച്ചത് പേര് പറഞ്ഞിട്ട് വിവേക്. അതെ, എന്താ? അല്ല, വിവേക് ഏട്ടാന്നല്ലേ? അതിന് നമ്മള് തമ്മിൽ വലിയ പ്രായ വ്യത്യാസമൊന്നുമില്ലല്ലോ. ഇല്ല, എന്നാലും അതല്ലല്ലോ അതിന്റെ ഒരു. എന്താ വിവേക്? അല്ല, എന്റെ ഈ സ്വപ്നത്തില് സെറ്റ് മുണ്ട് കൊടുത്ത് തുളസിക്കതിര് ചൂടി വരുന്ന ഒരു ഭാര്യയായിരുന്നു. പുരുഷന്മാർക്ക് ജീൻസും ടീഷർട്ടും ആവാം, അവർ സ്വപ്നം കാണുന്ന ഭാര്യമാർക്ക് സെറ്റുമുണ്ടും സാരിയും തുളസിക്കതിരും. വിവേക് ഒരു ടിപ്പിക്കൽ പുരുഷൻ. അല്ല, സാരല്ല, ഇങ്ങനെ ഇടയ്ക്കെങ്കിലും സെറ്റ് മുണ്ട് കൊടുത്താൽ മതി. വിവാഹത്തിനും അന്ന് ആ പെണ്ണ് കാണൽ ചടങ്ങിനുമാണ് ഞാൻ ആകെ സാരി ധരിച്ചിട്ടുള്ളത്. അല്ല, അപ്പൊ അന്ന് കാവ്യയുടെ സ്വപ്നങ്ങളെ കുറിച്ച് പറഞ്ഞത്? അത് പറഞ്ഞു പൂർത്തിയാക്കാൻ സമ്മതിച്ചില്ലല്ലോ. അതെന്നാ അല്ല, പറഞ്ഞോളൂ, ഇപ്പൊ പറഞ്ഞോളൂ. അയ്യോ, ഞാൻ ഹേർട്ട് ചെയ്യാൻ വേണ്ടി പറഞ്ഞതല്ല. മനസ്സിലുള്ളത് അതേപോലെ തുറന്നു പറയും, അതാ സ്വഭാവം. നല്ല സ്വഭാവ. അതാ എനിക്കിഷ്ടം. എനിക്കിപ്പോ ഉടനെ ഒരു വിവാഹത്തിന് താല്പര്യമില്ലായിരുന്നു. അയ്യോ, എന്ന് വെച്ചാ വിവേകിനെ ഇഷ്ടപ്പെട്ടില്ല എന്നല്ല. കുറെ പഠിക്കണം, ജോലി നേടണം. നമുക്ക് രണ്ടുപേർക്കും വിവാഹത്തിനുള്ള മെച്യൂരിറ്റി എത്തിയിരുന്നില്ലല്ലോ. ഞാൻ പറയാഞ്ഞിട്ടാ, എനിക്ക് ആവശ്യത്തിലധികം മെച്യൂരിറ്റി ഉണ്ട് കേട്ടോ. അത് വിവേകിന്റെ തോന്നലാ.
വിവേകിന് 22, എനിക്ക് 20. കുറഞ്ഞതൊരു 7 വർഷമെങ്കിലും കഴിഞ്ഞിട്ടേ എനിക്ക് മാത്രല്ല നമുക്ക് രണ്ടുപേർക്കും ഫാമിലി ലൈഫിനുള്ള ഏജ് എത്തും. ഏതായാലും ഇപ്പൊ നമ്മൾ ഭാര്യയും ഭർത്താവുക. പുതിയ ജീവിതമായിട്ട് ഞാൻ അഡ്ജസ്റ്റ് ചെയ്യാൻ തുടങ്ങാം. അത് മതി. പരസ്പരം മനസ്സിലാക്കി നല്ല ധാരണയോടെ. ഫോൺ അടിക്കുന്നുണ്ട്, ഒരു മിനിറ്റ്. കുളിര മറ്റു തടിയൻ. ഹലോ, എങ്ങനെ ഉണ്ടായിരുന്നടാ കല്യാണമൊക്കെ? ആണോ? താങ്ക് യുടാ. എടാ അതെ, പിഷു വിളിക്കുന്നു, ഞാൻ തിരിച്ചു വിളിക്കാമേ. പിഷുവേ, നിങ്ങൾ എപ്പോഴാ പോയേ? സംസാരിച്ചോണ്ടിരിക്കുന്നേ ഉള്ളൂ. പിന്നെ ആദ്യമായിട്ട് കിട്ടിയതിന്റെ ഒരു ടെൻഷനൊക്കെ ഉണ്ട്. ഇല്ല, ആ മറ്റേ ചെറുതല്ലേ? ആണോ? ആ ഓക്കെ ഓക്കെ, ഇവിടെ ഇവിടെ നോക്കിട്ട് വിളിക്കടാ. ശരി ശരി. ആ മര ഗിഫ്റ്റാ, പൊളിച്ചു നോക്കാൻ. നമുക്ക് നോക്കാം, വാ. ഇവറ്റകൾ എങ്ങനെ എല്ലാ കാര്യം സസ്പെൻസ് ആക്കി വെക്കും. എങ്ങനെയുണ്ട്? കൊള്ളാല്ലേ? എല്ലാം ഇവളുടെ പണിയാ. റീസൈഡേ മനസ്സിലായില്ല എല്ലാരെയും. ഇത് ഇവിടെ ഇരിക്കട്ടെ. അപ്പൊ പിന്നെ എപ്പോ നോക്കിയാലും നമുക്ക് കണ്ടോണ്ടിരിക്കാലോ. ഇതാ പറഞ്ഞത് വിവേകിന് മെച്യൂരിറ്റി ഇല്ലാന്ന്. അത് എന്തിനാ ഇതിങ്ങനെ കൂടെ കൂടെ പറയുന്നേ? അല്ല, വൈഫിനോട് സംസാരിക്കുന്നതിലും കൂടുതൽ ഫ്രണ്ട്സിനോടാ ഫസ്റ്റ് നൈറ്റിൽ വിവേക് സംസാരിക്കുന്നേ. അവരെ കുറിച്ചാ പറയുന്നേ. അല്ല, ഫ്രണ്ട്സ് നമുക്ക് വേണമല്ലോ, ശരിയല്ലേ? മുമ്പ് ഞാൻ ആർജി ആയിരുന്നപ്പോ എന്നോടൊരു കോളർ തർക്കിച്ചു. വിവേകിന്റെ പോലെ തന്നെ ഒരു സ്റ്റാൻഡ് ആയിരുന്നു അയാൾക്കും. സ്ത്രീകൾ എന്ന് പറയുന്നത് പുരുഷന്മാരുടെ ആഗ്രഹങ്ങൾക്ക് വേണ്ടിയിട്ടുള്ളവരാണെന്നും കല്യാണപ്രായം എത്രയും കുറയ്ക്കാൻ പറ്റുമോ അത്രയും കുറയ്ക്കണമെന്ന് പറഞ്ഞ് വഴക്കുണ്ടാക്കി. തെറി വിളിച്ചു. അങ്ങനെ എന്റെ ജോലിയും തെറിച്ചു. ആർജി ആയിരുന്നോ? അതെ, പഠിക്കുന്നതോടൊപ്പം ഞാൻ പാർട്ട് ടൈം ആർജി ആയിരുന്നു. FM-ൽ എന്റെ പേര് ടിങ്കി എന്നായിരുന്നു. എന്താ വിവേക്? വിവേക് എന്തു പറ്റി? ഭയങ്കര തലവേന. എങ്കിൽ കിടന്നോളൂ, എനിക്ക് നല്ല ക്ഷീണമുണ്ട്. ഗുഡ് മോർണിംഗ് മോളെ. ഗുഡ് മോർണിംഗ് അച്ഛാ. മോളെന്തിനാ രാവിലെ തന്നെ അടുക്കള കയറിയത്? ആ മണ്ണന്തല ഇപ്പൊ വരുമായിരുന്നല്ലോ. ഏതായാലും ഗൃഹനാഥയുടെ കൈ കൊണ്ട് തന്നെ രാവിലെ ഒരു ചായ, അതൊരു സുഖമാ. അമ്മ എവിടെ അച്ഛാ? അകത്തെങ്ങും കണ്ടില്ല. മോളെ, അമ്മ അപ്പുറത്താ. അപ്പുറത്തോ? അവിടെ 9B-ല്. അവിടെ? മോൾ അങ്ങോട്ട് ചെല്ല്. മോളായിരുന്നോ? ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. ചായ? അയ്യോ, ഞാൻ കുടിച്ചായിരുന്നല്ലോ. ആ പിന്നെ മോളെ ആദ്യമായിട്ടിട്ടതല്ലേ, നോക്കട്ടെ കൊള്ളാവോന്ന്. ഇത് ഓഫീസ് ഫ്ലാറ്റ് ആണോ? ഇത് എന്റെ ഫ്ലാറ്റാ. എന്താ? ഞാനും നന്ദൂട്ടന്റെ അച്ഛനും ചില കാര്യങ്ങളിൽ ഒരു അഭിപ്രായ വ്യത്യാസം.
ഒരുമിച്ച് പോകാൻ പറ്റില്ല എന്ന് രണ്ടുപേർക്കും മനസ്സിലായപ്പോ ഇങ്ങനെ മാറി. വർഷങ്ങളായി. അമ്മേ, ലീഗലി ഡിവോഴ്സ്ഡ് അല്ല, എന്നാലും ചില നിബന്ധനകളുണ്ട്. നന്ദൂട്ടൻ ഒരു ദിവസം അച്ഛനോടൊപ്പം ആണെങ്കിൽ അടുത്ത ദിവസം ഇവിടെ എന്നോടൊപ്പം. ആ, ഇന്ന് നിങ്ങൾ ഇവിടെയാ. എന്താ മോളെ? അറിയാം, മോൾക്ക് പരിഭവം കാണും, വീട്ടുകാരോടൊന്നും തുറന്നു പറയാതെ. പക്ഷെ മോളെ, ഞങ്ങൾ കാരണം അവന്റെ ആഗ്രഹങ്ങൾ സ്പോയിലാകരുതല്ലോ. അതുകൊണ്ടാ അവന് വേണ്ടി എല്ലാം മറച്ചു വെച്ചത്. മോള് പ്രയാസപ്പെടരുത്. എനിക്ക് മനസ്സിലാവും അമ്മേ. മനസ്സുകൊണ്ട് ചേരാതെ ഒരുമിച്ച് ജീവിക്കുക, അതിന്റെ ബുദ്ധിമുട്ട് ഊഹിക്കാൻ പറ്റും. അമ്മേ, പിന്നെ വിവേക് ഇതുവരെ ഉറക്കം എണീറ്റിട്ടില്ല. അവന്റെ ശീലം അങ്ങനെയാ, 10:10 എണീക്കൂ, മടിയൻ. അമ്മേ, എനിക്കിന്നൊരു ഇന്റർവ്യൂ ഉണ്ടായിരുന്നു. FM-ൽ RJ ആയിട്ടാ. നേരത്തെ ഞാൻ ആപ്ലിക്കേഷൻ കൊടുത്തതാ. എനിക്ക് 10 മണിക്ക് പോണം. ഞാൻ സാരല്ല, ഞാൻ പറഞ്ഞോളാം. മോള് വൈകാതെ ഇന്റർവ്യൂവിന് പൊക്കോളൂ. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു അമ്മ. ആർജയായിരുന്നോ? അതെ, പഠിക്കുന്നതോടൊപ്പം ഞാൻ പാർട്ട് ടൈം RJ ആയിരുന്നു. FM-ൽ എന്റെ പേര് ടിങ്കിന്നായിരുന്നു. ഈശ്വര, എല്ലാം തുറന്ന് പറയണോ അതോ പറയാതിരിക്കണോ? ഏയ്, പറഞ്ഞേക്കാം. പറഞ്ഞാൽ മനസ്സിലാവും. May I come in, sir? Come in. Sit. Thank you, sir. Coffee? No, thanks. Okay. Sir. കാവ്യ, എന്നെ സംബന്ധിച്ചതൊരു ഓക്വേർഡ് സിറ്റുവേഷനാണ്. തന്നെ പോലെ മിടുക്കിയായ പ്രൂവ് ചെയ്തിട്ടുള്ള ഒരു RJ എന്റെ മുന്നിലൊരു ജോബ് ആപ്ലിക്കേഷനുമായി വരുമ്പോ, ഞാൻ പറയാതെ തന്നെ കാവ്യക്കറിയാം ക്ലബ് FM-നെ കുറിച്ച്. മലയാളത്തിലെ നമ്പർ 1 FM ചാനൽ. ഒരേ സമയം ചിരിപ്പിക്കുകയും ചിന്തിപ്പിക്കുകയും ചെയ്യുന്ന പ്രോഗ്രാമുകൾ, മറ്റ് FM സ്റ്റേഷനുകൾ അനുകരിക്കാൻ ശ്രമിക്കുന്ന അവതരണ രീതി, എല്ലാത്തിനുമുപരി നല്ല സംസ്കാരത്തിന്റെ സാന്നിധ്യം. സംസ്കാരം ഈ ജോലിയിൽ അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് കാവ്യ. ആ ഒരൊറ്റ കാരണത്താൽ യു ആർ റിജക്റ്റഡ്. ഒരു RJ എന്ന നിലയ്ക്ക് കാവ്യ എന്ന് ഉപയോഗിച്ച ലാംഗ്വേജ് ഞങ്ങൾക്ക് ക്ലബ് FM-ന് ഒരിക്കലും അംഗീകരിക്കാനോ ഉൾക്കൊള്ളാനോ കഴിയില്ല. ആ ഒരൊറ്റ ഇൻസിഡന്റ് കൊണ്ട് കാവ്യ ഇവിടെയെന്നല്ല, എല്ലാ FM സ്റ്റേഷനുകളിലും ബ്ലാക്ക് ലിസ്റ്റഡ് ആണ്. പക്ഷെ സർ, അന്നത്തെ സിറ്റുവേഷൻ, കോളർ നമ്മളെ പ്രൊവോക്ക് ചെയ്താൽ മനസ്സിലാക്കാം, പക്ഷെ ഹരാസ് ചെയ്താലോ? നമ്മളെ എതിർക്കുന്നവരെ വാക്കുകൾ കൊണ്ട് യുദ്ധം ചെയ്ത് തോൽപ്പിക്കുക എന്നതല്ല ഒരു RJയുടെ ജോലി. കഴിവതും വേദനിപ്പിക്കാതെ പരസ്പരം കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക. ഞങ്ങളുടെ എല്ലാ പ്രോഗ്രാംസും ശ്രദ്ധിച്ചു നോക്കൂ. ശ്രോതാവും RJയും തമ്മിൽ ഒരു പോസിറ്റീവ് എനർജി, ഒരു പോസിറ്റീവ് റിലേഷൻ, അത് ഞങ്ങൾ കീപ്പ് ചെയ്യാറുണ്ട്. പക്ഷെ സർ, ഞാൻ പറഞ്ഞല്ലോ, ഉടൻ ഒരു പ്രതീക്ഷ വേണ്ട, പക്ഷെ നിരാശപ്പെടുകയും വേണ്ട. ചിലപ്പോ എന്തെങ്കിലും ഒരു അത്ഭുതം സംഭവിച്ചുകൂടാകുകയില്ല. ക്ഷമയോടെ കാത്തിരിക്കുക, അതോടൊപ്പം ശ്രമിച്ചുകൊണ്ടുവരിക. ഓൾ ദി ബെസ്റ്റ്. ഇന്ന് എന്നെ കാവ്യോട് നീ തുറന്നു പറയണം, ആ FM-ൽ വിളിച്ച വിവേക് നീയാണെന്ന്. എല്ലാം പറഞ്ഞ് ക്ലിയർ ചെയ്യുന്നതാണോ നല്ലത്? അതൊന്നുമല്ല, എന്നാലും എന്തുകൊണ്ട് എന്നോട് അനുവാദം ചോദിക്കാതെ പോയി? നീ സുഖമായിട്ട് ഉറങ്ങട്ടെ എന്ന് കരുതി. എടാ, കാവ്യ പോലെ ഒരു കുട്ടിയെ കിട്ടിയത് നിന്റെ ഭാഗ്യ. ഒരു ജോലിക്ക് വേണ്ടിയല്ലേ അവള് പോയത്. ഒന്നുമില്ലേ, കുടുംബത്തെ കുറിച്ച് വിചാരമുള്ള കുട്ടിയാ അവള്. പക്ഷെ എനിക്ക് വേണ്ടത് ഞാൻ സ്വപ്നം കണ്ട ഭാര്യ. അത് മാത്രമല്ല, ഭർത്താവിന്റെ സ്ഥാനം കിട്ടണമെങ്കിൽ വരച്ച വരയിൽ നിർത്തണം, വിറപ്പിക്കണം. ഞാൻ പറയുന്നത്
നീ പറഞ്ഞു നീ ചുമ്മാ ഇരുന്നേ. അവക്കിട്ടൊരു പണി കൊടുക്കണം ഇന്ന് തന്നെ. ഹായ് കാവ്യ. കാവ്യം നിന്നേ. അല്ല കാവ്യം നിന്നേ. ഞാനിതുവരെ ചായ കുടിച്ചിട്ടില്ല. എന്താ എവിടെ പോയിരുന്നു? ഇന്റർവ്യൂന്. എന്താ വിവേക്? വിവേകേട്ടാന്ന് ഉദ്ദേശിച്ചത്. ആരോട് ചോദിച്ചിട്ട് പോയി? അമ്മയോടും അച്ഛനോടും. ഒരു ഭാര്യയ്ക്ക് ആദ്യം ഉത്തരവാദിത്തം വേണ്ടത് ഭർത്താവിനോടാ. എന്നോട് ചോദിച്ചിട്ട് പോകാറില്ലേ? വിറപ്പിക്കും ഞാൻ. കാവ്യ ഇവൻ ചുമ്മാ കാവ്യ വരട്ടാനായിട്ട് ഇവനൊരു തൊട്ടാവാടിയാ പാവം. ആവോ ആര്? എന്റെ ഭാര്യ പേടിക്കാതിരിക്കാനല്ലേ നീ പറഞ്ഞത്? ഞാൻ ചൂടാവും. വിവേക് പ്ലീസ് നമുക്ക് റൂമിൽ ചെന്ന് സംസാരിക്കാം. റൂമിൽ ചെന്നിട്ടോ? ഇവിടെ വെച്ച് ഉത്തരം പറയണം. ഭാര്യ പരച്ച വരയിൽ നിർത്താൻ എനിക്കറിയാം. അച്ഛനടുത്ത് അമ്മയെടുത്തല്ലോ എന്റെ അടുത്തല്ലേ പറയണേ? ഇവളല്ലേ മനസ്സിലാക്കേണ്ടത്? എന്റെ സ്വഭാവം നമുക്ക് അറിയില്ല. കൈ എന്ന് പറയും കാര്യം പറയട്ടെ. കാര്യമൊക്കെ പിന്നെ പറയാം. നീ വന്നേ. ഇവിടെ എന്ത് തോന്നിയോസാരി കാണിച്ചേ? അതിനിപ്പോ അവളെന്ത് ചെയ്തു? ഒരു ഇന്റർവ്യൂവിന് പോയതല്ലേ ഉള്ളൂ. എന്നാലും ഇവള് ഞാൻ പറയുന്നതൊന്നും എന്നാലും ഇവക്ക് എന്നോട് വാക്ക് പറഞ്ഞിട്ട് പോകാറുന്നില്ലേ? അച്ഛനോടും അമ്മയോടും പറഞ്ഞു. നീ എന്താ ചെറിയ കുട്ടികളെ പോലെ? ഞാൻ ചെറിയ കുട്ടിയൊന്നുമില്ല, വലിയ കുട്ടിയാ. വലിയ കുട്ടി. അല്ല പിന്നെ പ്ലീസ് അവള് പോടാ. എടാ നീ പറഞ്ഞിട്ടല്ലേ? എടാ നിങ്ങള് എടാ പോലടാ. അയ്യോ അതെ സോറി, സത്യമായിട്ടും സോറി. അതെ രാവിലെ എൻ്റെ അടുത്തൊന്ന് സൂചിപ്പിച്ചിട്ട് പോയിരുന്നെങ്കിൽ എനിക്ക് ഇത്ര വിഷം വരില്ലായിരുന്നു. ഇതിപ്പോ എല്ലാവരും മുമ്പിൽ വെച്ച് ഞാനാകെ കൊച്ചായ പോലെ തോന്നി. അതാ. വിവേക് സ്വയം ചെറുതായതാ. തല്ലിയിരുന്നെങ്കിൽ എനിക്ക് ഇത്രയധികം വിഷമാവുമായിരുന്നില്ല. ഇതിപ്പോ ആ ഫ്രണ്ട് തടഞ്ഞപ്പോ തല്ലാതിരുന്നത് അവിടെ ഞാനും ചെറുതായി. ദേഷ്യമല്ല, സഹതാപാ തോന്നിയേ. സോറി, ഐ എം റിയലി സോറി. വിവേക്, ഇന്ന് രാത്രി നമ്മുടെ ബെഡ്റൂം ഏത് ഫ്ലാറ്റിലാ? അച്ഛന്റെയോ അമ്മയുടെയോ? അത് അറിഞ്ഞല്ലേ, അമ്മയുടെ ഫ്ലാറ്റിലാ. ഒരു ദിവസം ഇവിടെ ഒരു ദിവസം അവിടെ, അങ്ങനെ സ്ഥിരതയില്ലാതെ താമസിക്കൽ അതെല്ലാവർക്കും നാണക്കേടാ. 2 ദിവസത്തിനുള്ളിൽ വഴി ഉണ്ടാക്കാം. അതെ കാവ്യ, അത് ഇന്നലെ ഒരു FM-ന്റെ ഒരു ഉടക്കിന്റെ കാര്യം പറഞ്ഞില്ലേ? അയാളിപ്പോ അവനെ കുറിച്ചൊന്നും ഓർമ്മിപ്പിക്കരുത്. അവൻ കാരണം ഇനി എനിക്ക് ഒരു FM-ലും ആർജ് ചെയ്യാൻ പറ്റില്ല. ദൈവമേ, അത് ഞാനാന്ന് അങ്ങനെ അറിഞ്ഞ. ഹലോ, യെസ്, അനന്തൻ മേനോൻ. അയ്യോ അമ്മേ, കാവ്യന്റെ അച്ഛൻ. ഇവൻ പറ്റിച്ചു കളഞ്ഞു മോളെ എന്നെ. എന്നെ മാത്രമല്ല, നിന്നെയും എല്ലാരെയും. കാര്യം എന്താ? കാര്യം നിന്റെ കോളേജിൽ നിന്ന് വിളിച്ചിരുന്നു. നീ എക്സാമിന് തോറ്റുന്ന്. അത്രേ ഉള്ളോ? ഞാൻ കൊച്ചുകുട്ടിയൊന്നുമല്ല എന്നെ ഇങ്ങനെ തല്ല. പരീക്ഷയ്ക്ക് ഒരാൾ തോക്കുന്നത് ആദ്യമായിട്ടൊന്നുമല്ല. തോൽക്കുന്നത് ആദ്യമായിട്ടല്ല, പക്ഷെ പരീക്ഷയിൽ ജയിക്കുമെന്ന് വിശ്വസിപ്പിച്ച് പറക്കം മുറ്റണതിന് മുമ്പ് പെണ്ണ് കെട്ടുന്നത് ആദ്യമായിട്ടായിരിക്കോടാ. നിനക്ക് എങ്ങനെയാണ് ഇനി ഒരു ജോലി കിട്ടുക? നീ എങ്ങനെ ജീവിക്കാൻ പോകുന്നത്? ഇവൾക്കൊരു സാരി വാങ്ങി കൊടുക്കണമെങ്കിൽ, ഒന്ന് സിനിമയ്ക്ക് കൊണ്ടുപോകണമെങ്കിൽ എന്റെ മുമ്പിൽ വന്ന് കൈ നീട്ടി നിൽക്കണ്ടേ? ഒരു ഭാര്യയെ സംരക്ഷിക്കേണ്ടത് എങ്ങനെയെന്ന് എനിക്കറിയാം. നിനക്കൊന്നും അറിയില്ല. എന്തെങ്കിലും അറിയാമായിരുന്നെങ്കിൽ നിന്നിലൊരു പ്രതീക്ഷയുമായി നിൽക്കുന്നവരെ നീ തളർത്തി കളയുമായിരുന്നില്ല. കോടതിയിൽ ഓരോരുത്തർ ചോദിക്കുമ്പോ ഇനി ഞാൻ എന്തുത്തരം പറയും? മകന്റെ വിജയം ആഘോഷിക്കാൻ വേണ്ടി പാട്ടും കൂത്തും ഒക്കെ അറേഞ്ച് ചെയ്തിരുന്നത് നീ ഞങ്ങളെ നാണം കെടുത്തി കളഞ്ഞല്ലോടാ. മിണ്ടരുത്, എനിക്ക് കാണണ്ട നിന്നെ. വേണ്ട, കാണണ്ട. ഞാൻ ഈ വീട്ടിൽ താമസിക്കുന്നുണ്ടല്ലോ എന്നെ കാണേണ്ടി വരുന്നത്. അങ്ങനെയാണെങ്കിൽ ബാക്കി കൂടി പറടാ. ഞങ്ങൾ വേറെ വീടെടുത്ത് മാറി താമസിച്ചോളാം. നല്ലോണം ആലോചിച്ചിട്ട് വേണം പറയാൻ. നല്ലോണം ആലോചിച്ചിട്ട് തന്നെ പറയുന്നേ. ഭർത്താവ് ചമയാണല്ലേ? ചമയൊന്നുമല്ല, ഞാനൊരു ഭർത്താവ് തന്നെയാ. പറഞ്ഞത് തന്നെയാ. എന്റെ ഭാര്യയ്ക്ക് ഒരു സാരി വാങ്ങിക്കൊടുക്കാനോ ഒരു സിനിമയ്ക്ക് കൊണ്ടുപോകാനോ ഒരു ഔദാര്യത്തിനും നിങ്ങളുടെ മുന്നിൽ ഞാൻ വരില്ല. കാവ്യ ഇറങ്ങ. അനന്തൂട്ടാ, കാവ്യ ഇറങ്ങാൻ. നിന്നോട് ഇറങ്ങാനല്ല പറഞ്ഞു.
എന്താ ഒന്നും വാങ്ങിയില്ലേ? വാങ്ങിയില്ലേന്നോ? കാവ്യ വിവേകിനെ കുറിച്ച് എന്താ വിചാരിച്ചിരിക്കണേ? എന്നിട്ട് എവിടെ? പെട്ടെന്നാവട്ടെ പെട്ടെന്നാവട്ടെ. എന്താ ഇത്? അല്ല, എല്ലാത്തിനും ഒരു കരുതൽ വേണമല്ലോ. കരുതിയിട്ടുണ്ട്. 2 വർഷത്തേക്കുള്ള പച്ചക്കറികൾ ഒരുമിച്ച് കരുതിയിട്ടുണ്ട്. അതെ, ഇതറിയാലോ. ഇതാണ് ടൊമാറ്റോ. ഇരുന്ന് കഴിഞ്ഞാൽ പാഴായി പോകും. അതുകൊണ്ട് നിങ്ങൾ രണ്ടുപേരും ഒന്ന് ഉത്സാഹിച്ച് നാളെ മുതലുള്ള കുളിയും പല്ലിയൊപ്പൊക്കെ ഇതിലാക്കി കഴിഞ്ഞാൽ ഒരാഴ്ച കൊണ്ട് തീർന്നു കിട്ടും. എവിടെ ചായ്പ് അകത്തോട്ട് വയ്ക്കാം. എന്താ വിവേക് ഇതൊക്കെ? ഇതൊക്കെ ലാഭത്തിന് കിട്ടിയതാ. മത്തങ്ങ, കുമ്പളങ്ങ, ഫിഷ് നല്ല ഫ്രഷാ. അതുകൊണ്ടോക്കി വിവേക്, എനിക്കൊന്നും നിനക്കൊന്നും അറിയില്ല. നീ കൊച്ചുകുട്ടിയല്ലേ? എടാ, പറയും പോലെ ഇത് നമ്മുടെ ട്രീസയുടെ വീട് തന്നെയല്ലേ? കൂട്ടുകാരുടെ വീട്ടിൽ നിൽക്കാൻ വേണ്ടിട്ടാണ് അവിടുന്ന് സാറുമായിട്ട് വഴക്കെട്ടങ്ങ് പോകുന്നതല്ലേ? ഏതായാലും ഇവിടുത്തെ സെറ്റപ്പുകളെല്ലാം ഞാൻ വേഗം ചെന്ന് വക്കീലന്മാരോട് നരേറ്റ് ചെയ്യട്ടെ. എനിക്കിത് പറഞ്ഞു കൊടുത്തോളാം വയ്യ. ഇയാളുടെ ഒരു കാര്യം. ഇപ്പൊ ഞാൻ പറഞ്ഞൊക്കെ സത്യമാണെന്ന് വിവേകിന് മനസ്സിലായില്ലേ? സത്യോ? എന്ത് സത്യം? വിവേക് പല കാര്യങ്ങളിലും ചൈൽഡിഷ് ആണെന്ന്. 10-25 രൂപയ്ക്ക് പച്ചക്കറി വാങ്ങേണ്ടടുത്ത് ഞാൻ മനഃപൂർവ്വം തന്നെയാ ഇത്തരം വാങ്ങിക്കൂട്ടിയത്. വീണത് വിദ്യയാക്കല്ലേ? ജീവിതത്തിൽ ഞാൻ വീഴാറില്ല, ഇനി വീഴേയില്ല. അഥവാ വീണാലും 4 കാലിൽ തന്നെ വന്ന് വീണോളും. അതെനിക്കറിയാം. നോക്ക്, ഞാനൊരു ഭർത്താവാണ്. എന്നെ ദേഷ്യം പിടിപ്പിക്കരുതേ. ഭർത്താക്കന്മാർക്ക് മാത്രമേ ദേഷ്യം വരാൻ പാടുള്ളൂ. ഭർത്താക്കന്മാരുടെ ഉത്തരവാദിത്തമില്ലായ്മ സഹിക്കുന്ന ഭാര്യമാർക്കും ദേഷ്യം വരും. കാവ്യ, അത് കറക്റ്റ്. ഇത് കറക്റ്റ് എന്ന് ഈ കാവ്യയുടെ എന്താ മണത്തല ചേട്ടാ? ഞാൻ എന്റെ ഗ്ലാസ് ഇവിടെ വെച്ച് മറന്നുപോയി. അതെടുക്കാൻ വേണ്ടിട്ട് വന്നതാ. പിന്നെ ഈ വീട്ടിൽ വന്ന് മടങ്ങിപ്പോകുന്ന ഗസ്റ്റുകൾ എന്തെങ്കിലും മറന്നു വെച്ചത് എടുക്കാനായിട്ട് തിരിച്ചു വരുമ്പോഴാ വീട്ടുകാരുടെ തനി സ്വരൂപം കാണാൻ പറ്റുന്നത്. സത്യം പറഞ്ഞ ഞാൻ ഇതുപോലെ മറന്നു വെച്ച സാധനം തിരിച്ചെടുക്കാൻ ചെന്നപ്പോ എന്തോ ആൾക്കാരെന്നെ പച്ചയ്ക്ക് തള്ളക്കി വിളിച്ചോട്ടുണ്ട്. അത് ഞാൻ കേട്ടിട്ടുണ്ട്. അത് കേൾക്കാനുള്ള ഭാഗ്യം എനിക്കുണ്ടായിട്ടുണ്ട്. ഓഖാ, നിങ്ങൾ ഏതായാലും അതൊന്നും ചെയ്തില്ലല്ലോ. പിന്നെ ഞാൻ ഏതായാലും ഇനി വരില്ല. തുടങ്ങിക്കോ. നമ്മള് തമ്മിൽ വഴക്കാ. ഒന്ന് വന്നേ. കാവ്യ, എനിക്ക് നല്ല സിനിമയാ. രാത്രി ഭക്ഷണമൊന്നും വേണ്ടാന്നുണ്ടെങ്കിൽ ഞാൻ ഇരിക്കാം. എന്താ? അല്ല, ഭാര്യ അടുക്കളയിൽ ജോലി ചെയ്യുമ്പോ ടിവിയും കണ്ടിരിക്കലാണോ ആദർശ ഭർത്താവിന്റെ ജോലി? അടുക്കള ജോലി ചെയ്യണമെന്നാണോ? അത് വേണ്ട. ഭാര്യ അടുക്കളയിൽ ജോലി ചെയ്യുമ്പോ ഒന്ന് അടുത്ത് വന്ന് നിന്ന് നാട്ടുകാരിയോ തമാശയോ അങ്ങനെ എന്തെങ്കിലും ഒന്ന് പറഞ്ഞാ മതി. ഒരു പ്രസൻസ്, അതൊരു സന്തോഷാ. എന്നാലേ പാചകം ഞാൻ ചെയ്യാൻ പോവാ. പറഞ്ഞോ, എന്ത് വേണമെങ്കിലും ഉണ്ടാക്കാം. എന്ത് വേണമെങ്കിലും ഉണ്ടാക്കാനുള്ള പച്ചക്കറികളകത്തുണ്ടല്ലോ. പക്ഷെ അത് താനെ പാത്രത്തിൽ കിടന്ന് കറിയാകത്തില്ല. കളിയാക്കല്ലേ? എങ്കിൽ ചെന്ന് ചപ്പാത്തിയും വെജിറ്റബിൾ കറി ഉണ്ടാക്കിക്കോളൂ. ഓക്കേ, ഐ ഡോണ്ട് മൈൻഡ്. ഇതെന്താ തല്ലാൻ പോവാണോ? അതെ, ഇവിടെ ഇരുന്ന് ടിവി കാണാം. അരമണിക്കൂറിനുള്ളിൽ ചപ്പാത്തിയും വെജിറ്റബിൾ കറിയും റെഡി ആയിരിക്കും. ഓക്കേ? അയ്യോ സോറി. പിന്നെ ഇതൊരു ശീലമാക്കരുതേ. അപ്പോ കുറച്ചൊക്കെ അറിയാം. എന്തോ പേടിച്ചു പോയി. നിന്റെ കൈക്കെന്തോ പറ്റി? അത് കുളിരനോടൊന്നും പറയണ്ട. പച്ചക്കറി അരിഞ്ഞതാ. എന്ത്? പച്ചക്കറി അരിഞ്ഞതാ. ഇതെന്താ? മിക്സഡ് ഫ്രൈഡ് റൈസ്, നിന്റെ ഇഷ്ട വിഭവം. പതുക്കെ പതുക്കെ മണ്ടേ കേറും. ഞാൻ പറഞ്ഞതല്ലേ. ആക്രാന്തമുള്ളൊരു കൊതിയായി പോയി. ഞാൻ തല നല്ല പൊളിക്കല്ലേ, ആവശ്യമുള്ളതാ. നീ നാളെ കൊണ്ടുവരാതിരിക്കല്ലേ? ഞാൻ പത്രി ടേസ്റ്റ് കഴിക്കണമെങ്കിൽ നിന്റെ ഭക്ഷണം എനിക്ക് ഭയങ്കര കഴിക്കുന്ന സത്യം. ഒരു പ്ലേറ്റ് എടുത്തിട്ട് വാ, നമുക്ക് ഷെയർ ചെയ്യാം. എന്താ ഇത്? മിക്സഡ് ഫ്രൈഡ് റൈസ് ഇവന് ഏറ്റവും ഇഷ്ടപ്പെട്ട ഡിഷാ. അപ്പോ ഇഷ്ടവിഭവത്തിന്റെ കാര്യം ഇതുവരെ പറഞ്ഞില്ലേ? എടീ, മിക്സഡ് ഫ്രൈഡ് റൈസ് ഒന്നും ഉണ്ടാക്കാൻ അറിയാൻ പറ്റില്ല അല്ലേ?
വാ. പോണ്ടിച്ചേരിയിലുള്ളപ്പോ എല്ലാ സൺഡേസിലും ഞാനിത് പ്രിപ്പയർ ചെയ്ത് ഇവന്റെ കയ്യിൽ എത്തിക്കും. നിങ്ങളിന്ന് സെറ്റിലായി തുടങ്ങിയിട്ടില്ലേ ഉള്ളൂ. ആദ്യ ദിവസം തന്നെ അടുക്കള കയറ്റണ്ടെന്ന് കരുതി ഞാൻ തന്നെ പ്രിപ്പയർ ചെയ്ത് ഇങ്ങെടുത്തതാ. ഓ എന്തൊരു ടേസ്റ്റ്. ഇവ കൊടുക്കുന്ന കൈപ്പുണ്യാണ്. നീ കഴിച്ചു. നാളെ എന്തിന്റെ ഇന്റർവ്യൂ? നാളെ എനിക്ക് ജോലി കിട്ടില്ല. മറ്റൊരു ഞങ്ങൾ ചെലവാ. ആ കാവ്യ പറയാൻ മറന്നുപോയി. നാളെ എനിക്ക് ജോലി കിട്ടാ നമ്മുടെ കുളിരിന്റെ അങ്ങനെ കമ്പനിയിൽ. അപ്പൊ ശരി എന്നാ ഞാൻ പോവാ. കാവ്യ ഗുഡ് നൈറ്റ്. നീ കഴിച്ചോ? നാളത്തെ ഇന്റർവ്യൂ മറ്റേ പെട്രോൾ ഇല്ലേ? ആ ഫുൾ ടാങ്കാ. ദൈവമേ വഴി കിടത്തല്ലേ. ഗുഡ് മോർണിംഗ് കാവ്യ. ഗുഡ് മോർണിംഗ്. നീ ആ ഇന്റർവ്യൂനല്ലേ? എന്റെ ക്യാമറ കേടായിരിക്കാം. എന്നെ ആ TB ജംഗ്ഷനിൽ ഒന്ന് ഡ്രോപ്പ് ചെയ്യോ? ഡ്രോപ്പ് ചെയ്യുമെന്ന് അതൊരു ഫോർമാലിറ്റി കയറി. ഞാൻ ചുമ്മാ ചോദിച്ചല്ലേ. ട്രീസ ഒറ്റ മിനിറ്റ് ഒന്ന് വരുമോ? ഇപ്പൊ വരെ. എന്താ കാവ്യ? ഇന്നലെ ഉണ്ടാക്കിയ മിക്സഡ് ഫ്രൈഡ് റൈസേ വളരെ നന്നായിരുന്നു കേട്ടോ. എന്താ ടേസ്റ്റ്. താങ്ക് യു. സത്യം പറഞ്ഞ ഇവന് വേണ്ടി ഇതൊക്കെ ഉണ്ടാക്കി തുടങ്ങി. അതറിയാം. പിന്നെ എങ്ങനെയാ അതിന്റെ പ്രിപ്പറേഷൻസ് ഒക്കെ? അത് പിന്നെ എനിക്ക് സമയായില്ലേ. വിവേക് പോയിക്കോളൂ. എനിക്ക് ട്രീസയോടെ കുറച്ച് സംസാരിക്കാനുണ്ടായിരുന്നു. ആണോ? അല്ല ഇപ്പൊ ഇവിടെ എങ്ങനെ പോവും? എനിക്ക് തിരക്കില്ല, നീ വിട്ടോ. ഞാൻ എങ്ങനെയെങ്കിലും പോയിക്കളാം. എന്നാ ഓക്കെ. കാവ്യക്ക് കുക്കിങ്ങിലൊക്കെ നല്ല ഇൻട്രസ്റ്റ് ആണല്ലേ. ഇന്നലത്തെ മിക്സഡ് ഫ്രൈഡ് റൈസിന്റെ റെസിപ്പി വളരെ സിമ്പിളാ. കുറച്ച് റൈസ് എടുത്തിട്ട് അതിന് അയ്യോ ഞാൻ മറന്നു. എനിക്ക് കുറച്ച് ജോലി ഉണ്ടായിരുന്നു. നമുക്ക് പിന്നെയും പറയാലോ. യെസ്. ആരാ? ആ വരാൻ പറയൂ. മേ കം ഇൻ സർ? യെസ് കം ഇൻ. ഗുഡ് മോർണിംഗ് സർ. ഗുഡ് മോർണിംഗ്. ഞാൻ കുളിരിന്റെ ഫ്രണ്ട്. അതാണോ പേര്? അല്ല വിവേക്. ഫ്രാൻസിസ് കുളിരിങ്കാലയുടെ. ഇരിക്കും. ആദ്യം മനസ്സിലായില്ലല്ലേ. സാറിനെ കുറിച്ച് എപ്പോഴും അവൻ പറയും. പക്ഷെ ഇത്രയും ഗ്ലാമർ ഉണ്ടാവും ഞാൻ വിചാരിച്ചില്ല കേട്ടാ. ദാ എന്റെ സർട്ടിഫിക്കറ്റ്സ്. അതില് മീശയില്ല, പഴയ ഫോട്ടോയാ. ഒരു സബ്ജക്റ്റിന് ഫെയിൽ ആണല്ലോ. ഞാൻ ഫ്രാൻസിസിന്റെ ഫ്രണ്ടാ. ഞാനും കുളിരും പിഷാരുടെയും ജഹാംഗീറും ട്രീസൊക്കെ വളരെ അടുത്ത ഫ്രണ്ട്സാ. അതിന് ഞാൻ വേണമെങ്കിൽ ഫ്രാൻസിയെ വിളിക്കാം. വിളിച്ചിട്ട്? അല്ല സാറിന് എന്നെ മനസ്സിലായില്ലെന്ന് തോന്നുന്നു. മദർ പ്രോമിസ് ഞാൻ ഫ്രാൻസിന്റെ ഫ്രണ്ടാട്ടോ. ഇപ്പോഴത്തെ ചെറുപ്പക്കാർക്ക് കുറച്ചൊക്കെ കുരുത്തക്കേടുണ്ടെങ്കിലും അക്കാഡമിക്കലി അവരൊക്കെ വളരെ മുമ്പിലാണ്. ഹാർഡ് വർക്കിംഗ് ആണ്. ഒരു ഫ്രണ്ട് വരുന്ന ഫ്രാൻസിസ് പറഞ്ഞപ്പോ അറ്റ്ലീസ്റ്റ് അവനെ പോലെ ഒരാളായിരിക്കും ഞാൻ കരുതി. ഐ എം സോറി. അയ്യോ സാർ, ഞാൻ കാവ്യോട്. എന്താ? അല്ല ഞാൻ എന്റെ ഭാര്യയോട് പറഞ്ഞുപോയി ഈ ജോലി എനിക്ക് കിട്ടുന്നേ. ഏജ് 22. അതിനിടയിൽ ഫാമിലിയുമായി അല്ലേ? ഒരു കണക്കിന് അതാണ് സാർ നല്ലത്. പക്ഷെ ഇപ്പൊ ഞാൻ അല്പം ടൈറ്റല്ല. കുടുംബത്തിൽ നിന്നൊക്കെ മാറി. ഇപ്പൊ സെപ്പറേറ്റാ. വീട്ടിൽ ചെലവൊക്കെ ബുദ്ധിമുട്ടായി തുടങ്ങി. അതുകൊണ്ട് പ്ലീസ് സാർ. എന്താ സാർ? താൻ ആകെ ഒരു കുട്ടിക്കളിയാണല്ലോ. ഞാൻ മെച്ചൂടാ സാർ. എനിക്ക് ഈ ജോലി കിട്ടിയേ പറ്റുള്ളൂ. സി മിസ്റ്റർ വിവേക്, താൻ ആദ്യം ഫെയിൽ ആയ സബ്ജക്ട് പാസ്സാവും. ഫ്രാൻസിസിന്റെ റെക്കമെൻഡേഷൻ ഒന്നും ഇല്ലാതെ തനിക്ക് ഞാൻ ജോലി തരാം. അല്ല സാർ. നൗ യു മേ ഗോ. സാർ പ്ലീസ്. ഗുഡ് മോർണിംഗ്. മോർണിംഗ്. മാഡം, നന്ദിനി മാഡം, ഞാൻ മാഡത്തിനെ കാണാൻ വരായിരുന്നു. എന്താ കാര്യം? അത് അനന്ത സാറിന് തീരെ സുഖമല്ല. രാവിലെ മുതൽ നല്ല പനിയാ. ഇനി മോനെ കാണാഞ്ഞിട്ടുള്ള വെപ്രാളമായിരിക്കും. ഞാൻ കാപ്പിയൊക്കെ ഇട്ട് കൊടുത്തു. എനിക്ക് അത്യാവശ്യമായിട്ടൊന്ന് നാട്ടിൽ പോകണം. 5-6 ദിവസത്തേക്ക് ഞാൻ കാണില്ല. എൻ്റെ അമ്മ ഹോസ്പിറ്റലിലാ. ഇടയ്ക്ക് നന്ദിനി മേഡം സാറിനെ ഒന്ന് ശ്രദ്ധിച്ചാൽ നന്നായിരുന്നു. രാവിലെ നല്ല ടെമ്പറേച്ചറായിരുന്നു.
അങ്കിളിന് നല്ല പനി, മൂടി പൊതിച്ച് കിടക്ക. ആന്റി വാ, വാ ആന്റി, പ്ലീസ് പ്ലീസ് ആന്റി, പ്ലീസ് വാ ആന്റി, വാ. ദേ നോക്ക്. ആന്റി ഒന്ന് തൊട്ട് നോക്കി, നല്ല ചൂടാ. മോനെ അനന്തു, മോനെ. അനന്ത് വന്നു. അവൻ വരും. നല്ല പനിയുണ്ട്, ഡോക്ടറെ കാണാൻ പോവാം. വേണ്ട, ഈ ടാബ്ലറ്റ് കഴിച്ചാൽ മതി. ഇപ്പൊ അങ്കിളുടെ അസുഖം ഇത്തിരി കുറഞ്ഞു അല്ലേ? ഓടി അവിടുന്ന്. എന്റെ കർത്താവേ, ഞാൻ എന്നതായി കാണുന്നേ. അല്ല, അന്നക്കുട്ടി വന്ന് പറഞ്ഞു നല്ല പനിയുണ്ടെന്ന്. അപ്പോ മരുന്നൊക്കെ കൊടുക്കാനായിട്ട്. നല്ല ഒരു പനി വന്നാൽ മതി, അവിടെ തീരും വാശിയും വൈരാഗ്യവും അഹങ്കാരവും ഒക്കെ. എന്തായാലും അസുഖം ഒരു നിമിത്തമായി. എന്താ? അല്ല, ഈ പനിയെ ഒരു നിമിത്തമായി എന്ന് പറയായിരുന്നു. വിവേകിന്റെ ഇഷ്യൂ വന്നപ്പോ തന്നെ രണ്ടുപേർക്കും വിവേകമായി. എന്നാലും അടുക്കാനൊരു കാരണം വേണമല്ലോ. അതിപ്പോ പനിയുടെ രൂപത്തിലേക്ക് വന്നു. വീഴ്ചകളാണ് പലപ്പോഴും മനുഷ്യന്റെ കണ്ണ് തുറപ്പിക്കുന്നത്. നല്ല പനിയുണ്ട്, ഹോസ്പിറ്റലോ മറ്റോ കൊണ്ടുപോയ. ഹോസ്പിറ്റലോ? ഇയാളോ? ഇത് പെട്ടെന്നങ്ങ് മാറിക്കോളും. തന്നെയല്ല, കൂടെ ആളോടെന്ന് അറിയുമ്പോ പനി തന്നെത്താൻ അങ്ങ് ഇറങ്ങിപ്പോക്കോളും. ഇല്ലടൂ? ഇന്ന് വിവേകനെ കണ്ടിരുന്നു. അവസ്ഥ അല്പം മോശമാണ്. ഇപ്പൊ തന്നെ ഞങ്ങൾ ചെന്ന് അവനെ വിളിച്ചാലോ? ഓ, ഞങ്ങൾ? ആ പ്രയോഗം എനിക്ക് ഇഷ്ടപ്പെട്ടു. ഏതായാലും ഇപ്പൊ പോണ്ട, പനിയൊക്കെ ഒന്ന് മാറി കുളിച്ച് ഫ്രഷ് ആയിട്ട് പോയാൽ മതി. അനവച്ചേർത്തി, നമുക്ക് പോവാം. നമ്മളെന്തിനാ വെറുതെ സ്വർഗത്തിലെ കട്ടുറുമ്പ്? സ്വർഗത്തിലും കട്ടുറുമ്പുണ്ടോ പപ്പാജി? അയ്യോ പിന്നെ. അല്ല, മോള് കുറച്ചു നേരം ഇവിടെ നിക്കട്ടെ അങ്കിൾ. അവർക്ക് കട്ടുറുമ്പിന് കഥ പറഞ്ഞു കൊടുക്കണ്ടായോ? വാ മോളെ. ഓക്കെടാ. Good night. Okay, good night. Sweet dreams. Bye. ബൈഡാ. അവന്മാര് പറഞ്ഞ പോലെ തന്നെ ചെയ്യാം. വെള്ളമടിച്ച പോലെ തന്നെ തോന്നണേ. എവിടെ? എന്ത് അപ്പോയിന്റ്മെന്റ് ഓർഡർ? അതെ, ഞാൻ ഇന്ന് അല്പം മദ്യപിച്ചിട്ടുണ്ട്. അല്പം എന്ന് പറഞ്ഞാ അടിച്ച് ഫ്ലാറ്റാ. ഓ, ജോലി കിട്ടിയതിന്റെ സന്തോഷമായിരിക്കും അല്ലേ? എന്താ സന്തോഷം വരുമ്പോ മാത്രം മദ്യപിക്കാൻ പാടില്ലെന്ന് എവിടെയെങ്കിലും എഴുതി വെച്ചിട്ടുണ്ടോ? അതൊന്നും ഇപ്പൊ വേണ്ട. എന്നെ പറ്റിക്കാൻ പറഞ്ഞല്ലേ? അത് ശരിയാണല്ലോ, വെള്ളമടിച്ച് മണം ഉണ്ടാവും. ജോലിയുടെ അപ്പോയിന്റ്മെന്റ് ഓർഡർ അവിടെ? ലോകത്തിലെ ഏറ്റവും മഹത്തായ കാര്യം ജോലി കിട്ടുക എന്നുള്ളതല്ല. കിട്ടിയില്ലേ? കിട്ടും, പക്ഷെ എക്സാമിന് ജയിക്കണം. അതിന് വിവേക് വേറെ ജനിക്കണം. സത്യമാണോ പറയുന്നേ? ജോലി കിട്ടിയില്ല? അപ്പൊ നമ്മൾ ഇനി എങ്ങനെ ജീവിക്കും? അതൊന്നും എനിക്കറിയില്ല, എന്നോടൊന്നും ചോദിക്കരുത്. അത് ശരി, കൃത്യമായിട്ടൊരു മറുപടി ഇല്ലാതെ വരുമ്പോ പലരും പറയുന്ന ഇത് എന്നോടൊന്നും ചോദിക്കരുതെന്ന്. എനിക്ക് മനസ്സിലായി, കൂട്ടുകാരോടൊത്ത് കറങ്ങാൻ പോകുന്നതിനുള്ള ഒരടവായിരുന്നല്ലേ ഈ ഇന്റർവ്യൂവും ജോലിക്കാരിയും ഒക്കെ. ടെക്നിക്ക് ആരാണ് പറഞ്ഞു തന്നതെന്ന് മനസ്സിലായി. അല്ല, ജോലി കിട്ടി, നാളെ ഞങ്ങൾ അങ്ങോട്ട് വരുമെന്നൊക്കെ വലിയ കേമായിട്ട് ഇപ്പൊ വിളിച്ച് പറഞ്ഞതേ ഉള്ളൂ ദിവ്യയോട്. ഞാനൊരു മണ്ടി. വീട്ടിലേക്ക് എല്ലാവർക്കും ഗിഫ്റ്റുമായിട്ട് കയറി ചെല്ലണം, ഭർത്താവിന്റെ ഉദ്യോഗത്തെ പറ്റിയൊക്കെ വളരെ അന്തസ്സോടെ പറയണം, അങ്ങനെയൊക്കെയാ കരുതിയത്. അതെ, എന്റെ ജോലിക്കാരും വിട്. നാളെ ഗിഫ്റ്റുമായിട്ട് നിന്റെ വീട്ടിൽ പോയിരിക്കും. സത്യം. സത്യമാണോ? സത്യം എന്ന് പറഞ്ഞില്ലേ?
ദൈവമേ, സത്യം ഇട്ടു പോയേ പറ്റൂ. പക്ഷേ ഗിഫ്റ്റ് പിടിച്ചോ. ഇത് അമ്മയ്ക്കും ദേവിക്കും, ഇത് നിന്റെ അമ്മാവന്മാർ. ഒന്നിനൊരു കുറവ് വരുത്തിട്ടില്ല. അപ്പൊ കാശൊക്കെ കയ്യിലുണ്ടായിരുന്നല്ലേ? പിന്നെ ലാവിഷല്ലേ. ഹായ്, നല്ല ചുരിദാറ്, ഉഗ്രൻ സെലക്ഷൻ ആണല്ലോ. അതെ, എന്റെ സെലക്ഷൻ ഒന്നും മോശമാവാറില്ലേ. നമുക്ക് ഒരു 2 ദിവസത്തേക്ക് എവിടേക്കെങ്കിലും യാത്ര പോണം. സത്യം? അങ്ങനെയൊക്കെ ചില രീതികളുണ്ടല്ലോ. എങ്ങനത്തെ ചില രീതികൾ? മൂൺ, ഹണിമൂൺ. ആ, വലിയ തിരക്കുകളൊന്നുമില്ലെങ്കിലും ഉള്ള തിരക്കിന്നൊക്കെ മാറി നമുക്ക് നമ്മുടേത് മാത്രമായി കുറച്ച് ദിവസങ്ങൾ. എന്തു പറയുന്നു? എനിക്ക് പാടാനൊരു പാട്ടിലുണ്ടൊരു പെണ്ണ്. എന്താ ശരിക്കണേ? ഈ വിവേക്, ഇപ്പോഴത്തെ ഈ വിവേക്, ഇങ്ങനെ ഒരാളെ തന്നെ ഞാൻ ആഗ്രഹിച്ചേ. ഓക്കെ, എന്നാ വേഗം റെഡി ആയിക്കോ. ആദ്യം നമ്മൾ എന്റെ ഭാര്യ വീട്ടിൽ പോകുന്നു, നമ്മൾ സമ്മാനങ്ങൾ കൊടുക്കുന്നു, അതിനുശേഷം നമ്മുടെ മാത്രമായ ലോകത്തേക്ക്. ഞാൻ കുളിച്ച് റെഡി ആവട്ടെ. ഞാൻ അപ്പോഴത്തേക്ക് റെഡി ആയേക്കാം. ഓക്കെ, എനിക്ക് നീ എത്ര പെട്ടെന്ന് റെഡി ആയോ? ആ, പിഷാരുടെയും കുളിരും പനിയും ഒക്കെ വരുന്നതിന് മുമ്പേ ചാടണം. അവരുടെ ബൈക്കിന്റെ ശബ്ദം കേൾക്കുമ്പോഴേ ദേഷ്യം വരും. ഓടി അവിടെ നിന്ന്. അവർക്ക് വെറും പാവങ്ങൾ. ഓ, പാവങ്ങൾ. മാല എന്താ? വിവേകിന്റെ മാല എവിടെയെന്ന്. മാല കുളിക്കുമ്പോ ഊരി വെച്ചു അല്ലേ? വല്ലാത്ത മറവി തന്നെ. ഞാൻ എടുത്തുതരാം. അതെ, അത് അല്ലാതെ ഈ മാലയും മോതിരൊക്കെ ഞാൻ വിറ്റു. എന്താ എന്താ പറഞ്ഞേ? അല്ല, ഇതൊക്കെ മേടിക്കണമായിരുന്നല്ലോ. പിന്നെ ടൂറ്, ജോലിയാണെങ്കിൽ ശരിയായിട്ടുമില്ല. അപ്പൊ കയ്യിൽ കാശില്ലാതെ വന്നപ്പോ സാരമില്ല, കാശ് കിട്ടുമ്പോ വേറെ മേടിക്കാം. ആ, ഇതിനേക്കാൾ നല്ലത് മേടിക്കാന്നേ. എന്താ കാവ്യ? കല്യാണത്തിന് ഞാൻ ഇട്ടുന്ന മാലയും മോതിരം വിറ്റല്ലേ? നല്ല വില കിട്ടിയോണ്ടാ. ഒരു കുടുംബമായിട്ട് കഴിയുമ്പോഴത്തേക്ക് എന്തുമാത്രം കാശ് ചെലവുള്ളതാ. ഇപ്പൊ പാലിന്, പത്രത്തിന്, കേബിളിന് ഒക്കെ കാശ് കൊടുക്കാറായി. ഇത് ട്രീസയുടെ റിലേറ്റീവിന്റെ വീടാണെങ്കിൽ റെന്റ് കൊടുക്കണം. അപ്പൊ കയ്യിൽ കാശ് വേണ്ട. അപ്പൊ അങ്ങനെയാണോ കാശ് ഉണ്ടാക്കാൻ പോകുന്നത്? നല്ലൊരു ജീവിതം തരണേന്ന് പ്രാർത്ഥിച്ച് ഞാനിട്ട് മാലയും മോതിരം വിറ്റിട്ടാ നിങ്ങള് വീട്ടിൽ ചിലവും ടൂറും. കാവ്യ, നീ എന്തൊക്കെ കാണിക്കണം? ഞാനൊന്ന് പറയട്ടെ. വേണ്ട, പറയാൻ പോകുന്ന എന്താണെന്ന് എനിക്കറിയാം. പക്വതയില്ലാത്ത ഒരാളുടെ എടുത്തുചാട്ടാണെന്ന് പല കാര്യങ്ങളും ഞാൻ സമാധാനിച്ചിരുന്നേ. പക്ഷെ പഠിച്ച കള്ളനാ നിങ്ങൾ. ഒന്നിനോട് സെന്റിമെന്റ്സ് ഇല്ല, ഒരാളോട് സ്നേഹമില്ല. എനിക്കൊന്നും കേൾക്കട്ട. നീ എന്താണ് ഈ പറയുന്നേ? ബൈക്ക് വിൽക്കണോന്നോ? കാശ് എത്ര വേണ്ടത് പറ, ഞാൻ അറേഞ്ച് ചെയ്യാം. അതൊന്നും വേണ്ട, ആർക്കെങ്കിലും ഇതൊന്ന് കൊടുത്ത് നീ കാശ് വാങ്ങി തന്നാ മതി. എന്നാലും നമ്മൾ ഒരുപോലെ ഇഷ്ടപ്പെട്ട് വാങ്ങിച്ച ബൈക്കുകളിലൊന്ന് പോവാന്ന് വെച്ചാ വിൽക്കണ്ടടാ. കാശ് ഞാൻ തരാം. ഒന്നും പറയണ്ട, എത്ര കിട്ടുകയെന്ന് വെച്ചാ നീ കൊടുത്തിട്ട് കാശ് വാങ്ങിത്താ പ്ലീസ്. ഇതാ തന്റെ ഭാഗ്യം. 1 മണിക്കൂർ കൂടി കഴിഞ്ഞിരുന്നെങ്കിൽ സാധനം പോയേനെ. വിവാഹമോതിരവും മാലയൊക്കെ ആരെങ്കിലും പെട്ടെന്ന് ഇങ്ങനെ കൊണ്ടു വിൽക്കുവോ? എന്താ ഇത്? അവനൊന്നും പറഞ്ഞില്ലേ? ഡാ വിവേക്, ഡാ കള്ള, നീ ഇവളോടൊന്നും പറഞ്ഞില്ലേ? വിവേക്, വിവേക് ഇവിടെ ഇല്ല. ഇവിടെ ഇല്ലേ? ഇന്ന് എന്റെ ബർത്ത്ഡേ ആണ്. സാധാരണ ഈ ദിവസം ഞാൻ മറന്നാലും അവനാണ് എന്നെ ഓർമ്മപ്പെടുത്താറ്. പപ്പയും അമ്മയും വേളാങ്കണ്ണി പോയേക്കുവാ. അതുകൊണ്ട് പാർട്ടി നാളെ. നിങ്ങളാണ് സ്പെഷ്യൽ ഗസ്റ്റ്. കാര്യങ്ങളൊക്കെ ഒരു സ്പെഷ്യൽ രീതിയിലാണല്ലോ. കറക്റ്റ്. ഒരു സ്പെഷ്യൽ ന്യൂസ് കൂടെ ഉണ്ട്. ഞാൻ ചിലപ്പോ ഒരു മുതലാളി ആയേക്കും. എന്താ? മറ്റൊരു ഫേമിൽ ജോലിക്ക് പോവാതെ സ്വന്തമായിട്ടൊരു സ്ഥാപനം തുടങ്ങിയാലോ എന്നൊരാലോചന. പപ്പയും അമ്മയും ഫുൾ സപ്പോർട്ടാ.
എല്ലാ കാര്യങ്ങൾക്കും സപ്പോർട്ടാണെന്ന് അറിയാം. അതെ, ഇനി ഒരു ഓഫർ കൂടെ ഞാൻ വെക്കുന്നു. കാവ്യക്ക് എന്റെ കമ്പനിയിൽ ഒരു ജോലി, അല്ലെങ്കിൽ പാർട്ട്ണർഷിപ്പ് തന്നെ. എന്താ? പാർട്ട്ണർഷിപ്പ് എനിക്കിഷ്ടമല്ല. ഓക്കെ, എന്നാ ജോലി. വിവേക പറഞ്ഞ കാവ്യക്ക് ഒരു ജോലി ശരിയാക്കി കൊടുക്കണമെന്ന്. അല്ല, കുറ്റബോധമായിരിക്കും. അവൻ കാരണമാണല്ലോ കാവ്യയുടെ ജോലി പോയത്. ഏതായാലും കാവ്യയുടെ അന്നത്തെ പെർഫോമൻസ് എനിക്ക് ഇഷ്ടപ്പെട്ടു. എന്നത്തെ പെർഫോമൻസ്? അന്ന് വിവേകായിട്ടുണ്ടായ വഴക്ക് കാരണല്ലേ കാവ്യയുടെ FM ജോലി പോയത്. കാവ്യാണ് ശരിക്കും സ്കോർ ചെയ്തത്. കൃത്യമായിട്ടല്ലേ മറുപടി കൊടുത്തേ. അവൻ പറഞ്ഞതിനൊക്കെ ഒടിച്ച് മടക്കില്ലേ. ടിങ്കിയാണ് കാവ്യെന്ന് ഫസ്റ്റ് നൈറ്റിൽ അറിഞ്ഞപ്പോ അവൻ ശരിക്കും ഷോക്ഡ് ആയിപ്പോയി. സത്യത്തില് അവൻ പറഞ്ഞറിഞ്ഞപ്പോ ഞങ്ങളും ഷോക്ഡ് ആയിപ്പോയി. നീ എത്തിയോ? ബൈക്കിന്റെ ശബ്ദമൊന്നും കേട്ടില്ലല്ലോ. ഞാൻ കാവ്യ എടുത്ത് നമ്മുടെ RJ കഥ പറയായിരുന്നു. ശരിക്കും പറഞ്ഞ ചില റൊമാൻറ്റിക് കഥകളൊക്കെ കാണുന്ന പോലെ ആദ്യം നായകനായിട്ട് ഉടക്ക്, പിന്നെ കല്യാണം. അതെ, കേക്ക് ഞാൻ കാവ്യയുടെ കയ്യിൽ ഏൽപ്പിച്ചിട്ടുണ്ട്. എന്താ അന്തം വിട്ട പോലെ നോക്കുന്നേ? ഇന്ന് എന്റെ ബർത്ത്ഡേ. ഇത്തവണ നീ അത് മറന്നു. ഏതായാലും നാളെ പാർട്ടിക്ക് വാ, നിനക്ക് ഞാൻ വരച്ചിട്ടുണ്ട്. കാവ്യ, നാളെ കാണാം. ഓക്കെടാ. നാടകം കളിക്കായിരുന്നല്ലേ? കാവ്യ, സത്യമായിട്ട് ഞാൻ ഇന്ന് FM കാര്യങ്ങൾ തുറന്നു പറയാൻ ആലോചിച്ചതാ. പക്ഷെ മനസ്സുള്ളതൊക്കെ ഷെയർ ചെയ്യാൻ മനസ്സറിയുന്ന വേറെ ആളുണ്ടല്ലോ. FM എന്റെ ജോലി പോയി. ജോലി കളയിച്ച ആളോട് ഒരു തരം റിവെഞ്ച് ആയിരുന്നു. പക്ഷെ അതൊക്കെ തുറന്നു പറഞ്ഞിരുന്നെങ്കിൽ ഒരു തമാശ പോലെ അങ്ങ് തീരുമായിരുന്നു. പിന്നീട് പറഞ്ഞു ചിരിക്കാനുള്ള ഒരു നേരം പോക്ക്. ഇതിപ്പോ എനിക്ക് മനസ്സിലായി. ഫ്രണ്ട്സിനൊക്കെ കൂടി തമാശ കളിക്കാനുള്ള ഒരാളായിട്ട് എന്നെ ഇവിടെ കണ്ടിരിക്കുന്നത്. ഭർത്താവ് പറഞ്ഞറിയേണ്ട കാര്യങ്ങൾ ഫ്രണ്ട്സ് പറഞ്ഞറിയുന്നു. ഒരു കാര്യം എനിക്കറിയണം. ഇനി എന്തൊക്കെ രഹസ്യങ്ങൾ അവര് പറഞ്ഞ് ഞാൻ അറിയേണ്ടത്? എനിക്കൊന്നും കേക്കണ്ട. ആദ്യം എന്റെ ജോലി ഇല്ലാതാക്കി, ഇപ്പൊ എന്റെ ജീവിതം കൂടെ ഇല്ലാതാക്കുന്നത്. എന്താടാ ഈ നേരത്ത്? അവിടെ ഫുഡ് എന്തെങ്കിലും ഇരിപ്പുണ്ടോ? നീ ഇതുവരെ ഒന്നും കഴിച്ചില്ലേ? എന്റെ കാര്യം പോട്ടെ, കാവ്യ രാവിലെ മുതലൊന്നും കഴിച്ചിട്ടില്ല. അവളാകെ ഡിപ്രസ്ഡാ. എന്താ കാര്യം? അത് ഒക്കെ പറയാം. ഞാനിപ്പോ ഫുഡ് അങ്ങോട്ട് കൊണ്ടുവരാം. വേണ്ട, ഞാൻ അങ്ങോട്ട് വരാം. കാവ്യ പറഞ്ഞത് ശരിയാ. എനിക്കൊരു ക്യാരക്ടറില്ല. ഞാൻ എന്റെ ആഗ്രഹങ്ങൾ മാത്രമേ നോക്കിയിട്ടുള്ളൂ. എന്റെ ഭാര്യ ഇങ്ങനെ ഇരിക്കണം, അങ്ങനെ പെരുമാറണം. തിരിച്ച് ഭാര്യയ്ക്കും ഭർത്താവിനെ കുറിച്ച് ഇതുപോലെ ചില സങ്കല്പങ്ങളൊക്കെ ഉണ്ടെന്ന് ഞാനും ഓർത്തില്ല. അവളെ വിളിച്ച് വീട്ടിൽ നിന്ന് ഞാൻ ഇറങ്ങുമ്പോൾ അവളുടെ അഭിപ്രായം ഞാൻ ചോദിച്ചില്ല. ഇവിടെ വന്ന് ഈ വീടെടുത്തപ്പോഴും ഞാൻ ചോദിച്ചില്ല. വിവാഹമോതിരത്തിന്റെ വാല്യൂ ഞാൻ ഓർത്തില്ല. പിന്നെ ആ FM ഇഷ്യൂ ഒക്കെ ഞാൻ ഒളിച്ചു വെച്ചു. അന്ന് തന്നെ നിങ്ങൾ ഇതൊക്കെ പറഞ്ഞ് ക്ലിയർ ചെയ്തിട്ടുണ്ടാവുന്ന ഞാൻ കരുതിയെ. അതാ പിന്നെ വേറെ ഒന്നും ആലോചിക്കാതെ ഞാൻ അങ്ങനെയൊക്കെ പറഞ്ഞു. നീ ആ ബൈക്ക് വിറ്റു അല്ലേ? എടാ, കാശിന് ആവശ്യമുണ്ടായിരുന്നെങ്കിൽ എന്നോട് പറഞ്ഞാ പോരായിരുന്നോ? അതൊക്കെ ഒരു താൽക്കാലിക സൊല്യൂഷൻ അല്ലേ ആവുള്ളൂ. നാളെ മുതല് ഞാനൊരു ജോലിക്ക് പോവാൻ പോവാ. എന്ത് ജോലി? എന്ത് ജോലി എന്നില്ല, എന്തും ചെയ്യാൻ തയ്യാറാ. ജീവിക്കാൻ കാശുണ്ടാകണം. ഇനിയും കാവ്യ വിഷമിപ്പിക്കാൻ പാടില്ല. വലിയ സൗഭാഗ്യങ്ങളൊന്നും കൊടുക്കാൻ പറ്റിയില്ലെങ്കിലും സന്തോഷവും സമാധാനവും കൊടുത്ത് അവളുടെ സങ്കല്പത്തിൽ ഒരു ഭർത്താവായി ജീവിക്കണം. അതിന് എന്തെങ്കിലും ഒരു ജോലി കണ്ടുപിടിച്ചേ പറ്റൂ. ജീവിതത്തെക്കുറിച്ച് വളരെ വ്യക്തമായി കാഴ്ചപ്പാടുണ്ടായിരുന്ന ഒരു പെണ്ണിനെ ഞാനായിട്ട്. വിഷമിക്കാതിരിക്ക്. കാവ്യ തിരിച്ചറിവുള്ള കുട്ടിയാ. അവൾക്ക് കാര്യങ്ങൾ പറഞ്ഞാൽ മനസ്സിലാവും. ദാ, ഇത് കൊണ്ടുപോയി അവൾക്ക് കൊടുക്ക്. എന്നിട്ട് നീയും കഴിക്കും. കാര്യങ്ങളൊക്കെ പറഞ്ഞ് ക്ലിയർ ആയി ചെല്ല്.
ചതിക്കായിരുന്നല്ലേ? എന്താ? പരീക്ഷയിൽ തോറ്റതും വീട്ടിൽ ബഹളം ഉണ്ടാക്കിയതൊക്കെ അവളുടെ വീടിനടുത്ത് തന്നെ വരാൻ വേണ്ടിയിട്ടായിരുന്നു അല്ലേ? കാവ്യ, നീ എന്തൊക്കെയാ പറയണ? അവളെന്റെ നിനക്ക് വേണ്ടി ഭക്ഷണം വിശദീകരണം ഒന്നും വേണ്ട. നേരിട്ട് കണ്ടതിന് വലിയ സത്യമൊന്നും അല്ലല്ലോ പറയാൻ പോകുന്നത്. കാവ്യ, നാളെ ഞാൻ എന്റെ വീട്ടിലേക്ക് പോകും. കാവ്യ, മോനെ, എന്താ മോനെ? സോറി അച്ഛ. എന്ത് സോറി? നീ എന്റെ കൈ തടുക്കൂല്ലേ? നിന്റെ കാരണം നോക്കി ഒന്ന് പൊട്ടിക്കാൻ പോവാ ഞാൻ. കളിയായിട്ടാണെങ്കിലും ഓരോന്ന് ഓർമ്മിപ്പിച്ച് അവനെ വിഷമിപ്പിക്കണ്ട. നമ്മളെ കുറെ വിഷമിപ്പിച്ചതല്ലേ, അവനും ചെറുതായിട്ടൊന്ന് വിഷമിക്കട്ടെ അല്ലേടാ? ദേ മോളു. ഇതെന്താ നീ ബാഗൊക്കെ ആയിട്ട്? അത് ഞങ്ങൾ അങ്ങോട്ട് വരികയായിരുന്നു. എങ്ങോട്ട്? ഫ്ലാറ്റിലേക്കോ? അതെ. ശരിടാ, അവിടെ നീ ഞങ്ങളെ തോൽപ്പിച്ചു. ഒരു ചെറിയ ക്ഷമയൊക്കെ പറഞ്ഞ് നിങ്ങളെ രണ്ടാളെയും ഫ്ലാറ്റിലേക്ക് കൂട്ടിക്കൊണ്ടു പോകാനാണ് ഞങ്ങളിപ്പോ വന്നത്. അച്ഛനും ഇരിക്കെ, ഞങ്ങൾ ഇതാ വരുന്നു. ഒരു മിനിറ്റ്. എന്റെ ജീവിതത്തിൽ എനിക്കിതിലും വലിയൊരു ദിവസം കിട്ടാനില്ല. ഒരുമിച്ച് ഒറ്റ മനസ്സോടെ അച്ഛനും അമ്മയും. കണ്ടില്ലേ, കഴിഞ്ഞ എല്ലാ കാര്യങ്ങൾക്കും മാപ്പ് ചോദിക്കുമ്പോൾ അവർ വന്ന് നിൽക്കുന്നത്. നമ്മളെ കൂടെ കൊണ്ടുപോകാനാ അവരെത്തിയത്. പുതിയ ജീവിതം പോലെ എല്ലാം ആദ്യം മുതലേ തുടങ്ങാനായിട്ട്. നമ്മുടെ ഇഷ്യൂസ് അറിഞ്ഞാൽ ഇപ്പൊ തീരുമല്ല. കാവ്യയെ ഞാൻ തടയുന്നില്ല. കാവ്യക്ക് കാവ്യയുടെ വീട്ടിൽ പോവാം. പക്ഷെ പോകുന്നത് അവരുടെ ഇപ്പോഴത്തെ സന്തോഷം ഇല്ലാതാക്കിയിട്ടാവരുത്. കുറച്ച് ദിവസം കൂടെ താമസിച്ച് അവരുടെ ആഗ്രഹം പോലെ ഒന്ന് ജീവിച്ച് എന്നിട്ട് പൊക്കോളൂ. എന്റെ റിക്വസ്റ്റാ. ഞാൻ കാല് പിടിക്കാം. അഭിനയിക്കാൻ മിടുക്കനാണെന്നറിയാം. കരയാനും കാല് പിടിക്കാനും ഒക്കെ എല്ലാം സ്വന്തം സന്തോഷത്തിന്. കാവ്യ പ്ലീസ്. ഫ്ലാറ്റിലേക്ക് ഞാൻ വരാം. അത് ഈ കണ്ണീര് കണ്ടിട്ടല്ല. എന്റെ അച്ഛന്റെ മരണശേഷം ഞാൻ അച്ഛാന്ന് വിളിച്ചത് പുറത്തിരിക്കുന്ന ആ വലിയ മനുഷ്യനെയാണ്. അദ്ദേഹത്തിന്റെ അമ്മയുടെയും സന്തോഷത്തിനായിട്ട് കുറച്ച് ദിവസം, 1 മാസം ഞാൻ അവിടെ നിൽക്കാം. അത് കഴിഞ്ഞാൽ ഞാൻ പോവും. സമ്മതിച്ചു. ഒരപേക്ഷ കൂടിയുണ്ട്. ഈ ദിവസങ്ങളിൽ അവരുടെ മുമ്പിൽ സന്തോഷമുള്ള ഒരു ഭാര്യയും ഭർത്താവായിട്ട് ഒന്ന് അഭിനയിക്കണം. വരൂ. മേ കം ഇൻ സർ? ആ, വിവേക് വരൂ, ഇരിക്കൂ. വ്യക്തമായിട്ട് ആലോചിച്ചിട്ട് തന്നെയാണോ വിവേക്? അതെ സർ. രണ്ടുപേരും? അതെ. അനന്തനും നന്ദിനിയും ഇതറിഞ്ഞിട്ടുണ്ടോ? ഇന്നറിയിക്കും സാർ. ഒന്നുകൂടി ആലോചിച്ചിട്ട് പോരെ കാവ്യ?
ഒരുപാട് വട്ടം ആലോചിച്ചിട്ടാ ഞങ്ങൾ പിരിയാൻ തീരുമാനിച്ചത്. എനിക്ക് വല്ലാത്ത വിഷമമുണ്ട് കുട്ടികളെ. വിവാഹം കഴിഞ്ഞ് ദിവസങ്ങൾക്കകം ഡൈവോഴ്സ് എന്നൊക്കെ പറയുമ്പോ എല്ലാം നിങ്ങൾ ഒരുമിച്ച് തീരുമാനിച്ചുറപ്പിച്ച സ്ഥിതിക്ക് ഒപ്പിട്ടോളൂ. പെറ്റീഷൻ ഫയൽ ചെയ്യാം, പക്ഷെ കുറച്ച് ഫോർമാലിറ്റീസ് ഉണ്ട്. 3 സിറ്റിംഗ് ഉണ്ടാവും കൗൺസിലിങ്ങിന്. കൗൺസിലിംഗ് അതിൻ്റെ ഒന്നും ആവശ്യമില്ല സാർ. എത്രയും പെട്ടെന്ന് ഒഫീഷ്യലായി സാർ കാര്യങ്ങളൊക്കെ ഒന്ന് അവസാനിപ്പിച്ചു തരണം. ദേ കുട്ടികൾ വന്നു. നീ എന്നെ വീണ്ടും തോൽപ്പിച്ചു കളഞ്ഞല്ലോടാ. നിന്റെ എക്സാമിനേഷന്റെ റിസൾട്ട് വന്നു. നീ 90% മാർക്കോടെ പാസ്സായടാ. മിടുക്കൻ. അച്ഛന് സന്തോഷമായി. ഞാൻ ഫ്ലാറ്റ് മുഴുവൻ ലഡു വിതരണം ചെയ്തു. ചില തൈക്കളവുകൾ എന്നോട് ചോദിക്കാം വിശേഷം വല്ലതായോന്ന്. ഞാൻ പറഞ്ഞു ആ വിശേഷത്തിനുള്ള ജിലേബി പുറകെ വരുമെന്ന്. ശരിക്കും വിശേഷം വല്ലതായോ? ഒന്ന് പോണോ? മോളെന്താ ഒന്നും പറയാത്തെ? എന്താ മോളെ നിന്റെ മുഖം വല്ലാതിരിക്കുന്നത്? അപ്പൊ അത് തന്നെ. വിശേഷങ്ങൾ ഉണ്ടെങ്കിൽ മുഖം വാടുമെന്ന് അമ്മൂമ്മ പറഞ്ഞു കേട്ടിട്ടുണ്ട്. അപ്പൊ ഇന്ന് എല്ലാവർക്കും സന്തോഷത്തിന്റെ ദിവസമാണ്. എനിക്കൊരു സന്തോഷം വേണ്ടേ? വേണ്ടെന്നെ. നീ വന്നേ. നിന്റെ ജോലിക്കാര്യത്തിൽ ഞങ്ങൾ തമ്മിലൊരു ധാരണയൊക്കെ ആയി. നീ USA പോണോ UK പോണോ അതൊക്കെ ഞങ്ങൾ തീരുമാനിച്ചു കഴിഞ്ഞു. നിന്റെ അമ്മയുടെ ഇഷ്ടം നടക്കട്ടെ. നീ UK തന്നെ പോകണം. അച്ഛൻ്റെ അമ്മയുടെ സന്തോഷം കണ്ടപ്പോൾ എന്തോ അത് സ്പോയിൽ ചെയ്യാൻ തോന്നിയില്ല. ടെൻഷൻ വേണ്ട, നാളെ തന്നെ അവരോടെല്ലാം പറയാം. എന്തൊക്കെയാണ് നീ പറയുന്നേ? ഡിവോഴ്സ് പെറ്റീഷൻ ഫയൽ ചെയ്തു? മനസ്സിലായടാ. വീട്ടിലോരോ പ്രശ്നങ്ങളുണ്ടെന്ന് വരുത്തിയിട്ട് എക്സാം പാസ്സായതിന്റെ പാർട്ടിയിൽ നിന്ന് ഒഴിഞ്ഞു മാറാനുള്ള അടവല്ലേ? മറ്റാരോട് ഞാൻ കള്ളം പറഞ്ഞാലും നിങ്ങളോട് ഞാൻ കള്ളം പറയില്ല. സത്യമായിട്ടും ഞങ്ങൾ പിരിയ. ഡോക്യുമെന്റ്സ് ഒപ്പിട്ടു. കോടതിയിൽ അപ്പിയർ ചെയ്യാനുള്ള ഡേറ്റ് അറിയിക്കും. എന്താ നടന്നേ? ഞങ്ങളോട് പറയടാ. എന്ത് പ്രശ്നമാണെങ്കിലും ഞങ്ങൾ സോൾവ് ചെയ്യാം. വേണ്ട, പിരിയാന്നുള്ള ഒറ്റ സൊല്യൂഷനേ ഉള്ളൂ. ഹീറങ്ങ വെച്ചാണ്ടല്ലോ കല്യാണം കഴിക്കണമെന്ന് പറഞ്ഞ് ആദ്യം കുറെ സീൻസ് ഉണ്ടാക്കി. ഇപ്പൊ അതുപോലെ എന്തോ എടുത്ത് ചാട്ട ഇതും. നമുക്ക് ഇവരോട് സംസാരിക്കാൻ നിൽക്കണ്ട. നിങ്ങൾ കാര്യങ്ങളൊക്കെ അറിഞ്ഞിരിക്കട്ടെ എന്ന് കരുതി ഞാൻ പറഞ്ഞതാ. ഇന്ന് തന്നെ ഞാൻ വീട്ടിലും അറിയിക്കും. ഈ കല്യാണം നടത്താൻ മുൻകൈ എടുത്തത് ഞങ്ങളാ. അതുകൊണ്ട് ഇതിൽ ഇടപെടാനുള്ള ഉത്തരവാദിത്വം അധികാരവും ഞങ്ങൾക്കുണ്ട്. നീ വാടാ, ഇവരോട് സംസാരിക്കണ്ട. പ്ലീസ് വേണ്ട. എന്താടാ FM-ന്റെ ഇഷ്യൂ ആണോ? ചോദിച്ചു കേട്ടില്ലേ? ഞങ്ങളോട് പറയടാ. അത് തന്നെയാണോ ഇഷ്യൂ? യഥാർത്ഥ ഇഷ്യൂ നീയാ. ഞാനോ?
ഞാൻ എങ്ങനെയാണ് ഇതിന് കാരണമായി? പറയാം. നല്ല 4 പിട വെച്ച് തരാനാ തോന്നുന്നത്. എന്റെ മോളെ, ഈ 5 പേരും തമ്മിലുള്ള ബന്ധമുണ്ടല്ലോ, അത് നമ്മളൊക്കെ കണ്ടുപഠിക്കേണ്ട ഒരു ബന്ധമാ. നമ്മളെക്കാളൊക്കെ വലിയ മനസ്സായി പിള്ളേരുടേത്. ആ വലിപ്പം കാണാൻ പലപ്പോഴും നമുക്ക് കഴിയുന്നില്ല മോളെ. കുറ്റം വേറൊന്നുമല്ല, നമ്മുടെ കാഴ്ചയുടേത് തന്നെ. മോളെ, വിവേകിനും ട്രീസിംഗും തമ്മിൽ വിവാഹം കഴിക്കണമെന്നുണ്ടെങ്കിൽ ഒരു വാക്ക് പറഞ്ഞാൽ മതിയായിരുന്നു, ഇവിടെയോ അവന്റെ വീട്ടിലോ. പക്ഷേ ബന്ധങ്ങളിൽ ഇവർ സത്യസന്ധതയും നന്മയൊക്കെ കാണിച്ചു. നിങ്ങളുടെ ഇപ്പോഴത്തെ പ്രശ്നം ഇതാണെന്നറിഞ്ഞപ്പോ ഇവരിങ്ങോട്ട് ഓടി വരികയായിരുന്നു മോളെ, നിന്നെ വിളിച്ച് വിവരങ്ങൾ പറയാൻ. അങ്ങനാ മോളെ വിളിപ്പിച്ചത്. മോളെ, ഇവരുടെ മനസ്സുകൾക്കിടയിൽ അതിരും മതിലും ഒന്നുമില്ല. എല്ലാത്തിലും ഒരു അകലം സൂക്ഷിച്ചു മാറി നിൽക്കുന്നവർക്ക് അതുകൊണ്ട് തന്നെ സംശയങ്ങളും ഉണ്ടാകും. എനിക്ക് കാവ്യയുടെ ഫീലിങ്സ് ശരിക്കും മനസ്സിലാവും. കുറച്ചുനാൾ മുമ്പ് വരെ ഞങ്ങൾ 5 പേരായിരുന്നു ഒരു ഗ്യാങ്ങിൽ. നിങ്ങളുടെ കല്യാണത്തിന് ശേഷം അത് 6 ആയി. അങ്ങനെ ഞങ്ങൾ കരുതിയുള്ളൂ. ആ ഒരു തീരുമാനമാണ് എല്ലാ പ്രശ്നങ്ങൾക്കും കാരണമായത്. ഒരു ഭാര്യയ്ക്ക് ഭർത്താവിന്റെ കാര്യത്തിൽ പൊസസീവ്നെസ് ഉണ്ടാവും. അത് ബ്രേക്ക് ചെയ്യാൻ വരുന്നത് ആരാണെങ്കിലും സഹിക്കില്ല, ശരിയാണ്. പക്ഷെ ഞങ്ങൾ അങ്ങനെയൊന്നും ചിന്തിച്ചിട്ടും കൂടിയില്ല. സോറി, അതൊക്കെ ഞങ്ങൾ മനസ്സിലാക്കേണ്ടതായിരുന്നു. റിയലി സോറി കാവ്യ. അഡ്വക്കേറ്റ് അരവിന്ദ സാർ വിളിച്ചിട്ടുണ്ടായിരുന്നു. നോട്ടീസ് രജിസ്റ്റേർഡ് ആയിട്ട് തന്നെ അയച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു. 17th കോർട്ടിൽ പ്രസന്റ് ആകണം. കൗൺസിലിംഗ് ഒന്നും ഇല്ലാതെ തന്നെ ഒരു മ്യൂച്വൽ ഡിവോഴ്സ് കിട്ടാൻ സ്കോപ്പ് ഉണ്ടോ എന്ന് ഞാൻ വീണ്ടും ചോദിച്ചിട്ടുണ്ട്. ഭാഗ്യമുണ്ടെങ്കിൽ അത് അങ്ങനെ തന്നെ നടക്കും. അന്നക്കുട്ടിയെ, അന്നമോ, മോളെ, ഡാഡി വന്നു. മോളെ അന്നമോ. അവളെ വിടില്ല. അവളെവിടെ പോയി? കറങ്ങാൻ പോയി. ഹലോ, പ്ലാൻറൂ. അപ്പോ നീ എന്നെ തൊടണ്ട, എന്നോട് സംസാരിക്കാൻ വേണ്ട. ദുഷ്ടൻ. ഒന്നടങ്ങെന്റെ അപ്പച്ച. ഫ്ലൈറ്റിൽ നിന്ന് 3 അടിച്ചു. പിന്നെ മണം അടിക്കുന്നതോ? അത് മണത്തിന് 1 എണ്ണം ഉണ്ട്. അപ്പച്ചുള്ള സാധനം ഉണ്ട്. ഒന്ന് കുളിച്ചേച്ച് വന്നിട്ട് അങ്ങ് തുടങ്ങാം. വാ, പിള്ളേര് വന്നു. ഈ പിള്ളേർക്ക് ഇത് എന്ത് പറ്റി? 2 ദിവസമായാലും ഒരു വാട്ടം. എന്തു പറ്റി മോളെ? എന്താടാ എന്താടാ പറ. ഫോർമാലിറ്റി ഒന്നും വേണ്ട ജീവൻ, കേറി വാടും. ഹലോ. ആളങ്ങ് തടിച്ചല്ലോ. ഇത് ദുബായിലെ ഫാസ്റ്റ് ഫുഡിന്റെ തടിയല്ലേ? എന്തായാലും ഇപ്രാവശ്യം 2 പേർക്കും 2 ഗിഫ്റ്റ് വാങ്ങിയില്ല. 2 ആൾ കൂടി 1 ഗിഫ്റ്റ് വാങ്ങി ഇന്നാ വാങ്ങിച്ചു. അത് പറ്റുകയില്ല. 2 പേരോട് ഒരുമിച്ച് വാങ്ങണം. ഓ,
താങ്ക് യു ജീവൻ. ഫ്രെഡി അങ്കിളുടെ മകൻ തന്നെ. ആ അന്നക്കുട്ടിയുടെ പപ്പ തന്നെ. ചിന്ന പ്രായത്തിലെ കെട്ടിയല്ലൂടാ. ഒരു കണക്കിന് അതാ നല്ലത്. പഠിത്തം കഴിഞ്ഞ് ജോലി കിട്ടുന്നതിനിടയ്ക്കുള്ള പ്രായം അത് ആമ്പിള്ളാരെ സംബന്ധിച്ച് എന്തും സംഭവിക്കാവുന്ന കാലമാണ്. എങ്ങോട്ട് വേണോ തിരിയാം, പ്രത്യേകിച്ച് നമ്മുടെ നാട്ടില്. ആ ഏജിൽ ഗ്രഹനാഥനായ പിന്നെ ഒരു ഉത്തരവാദിത്വം അച്ചടക്കമൊക്കെ വരും, അല്ലയോ കാവ്യേ? ആ പിന്നെ ഇവർക്ക് ഞാനൊരു വിവാഹ സമ്മാനം കൊണ്ടുവന്നിട്ടുണ്ട്. പിടിയിടാകുവേ. എന്താ ഇത്? ദുബായിൽ അവനൊരു ജോലി ശരിയാക്കിയിട്ടുണ്ട്. ഞാൻ വർക്ക് ചെയ്യുന്ന കമ്പനി തന്നെ. നല്ല സാലറി, നല്ല ഫെസിലിറ്റീസ്. അപ്പൊ ഇത് പറയാനാണോ രണ്ടുപേരും കൂടെ പരിങ്ങി പരിങ്ങി നിന്നത്? ഞാനും അപ്പച്ചനും ഇദ്ദേഹവും കൂടിയുള്ള ഒരു സംയുക്ത നീക്കം. എല്ലാം ഓക്കെ ആയിട്ട് പറഞ്ഞാൽ മതിയെന്ന് രഹസ്യ ധാരണയുണ്ടായിരുന്നു. ഓഹോ, താങ്ക് യു ജീവൻ. താങ്ക്സ് ഒന്നും വേണ്ട. ഇവൻ എന്റെ അനിയനല്ലേ. ഓപ്പൺ ടിക്കറ്റാ. നിനക്ക് എപ്പോ വേണമെങ്കിലും കയറി വരാം. അവിടെ വന്നൊന്ന് പച്ച പിടിച്ചേച്ച് ശ്രീമതിയെ കൊണ്ടുവരാം. ഏയ് വിഷമിക്കണ്ട കേട്ടോ, ഒരുപാട് വൈകില്ല. അങ്കിൾ ആന്റി പോണ്ടിച്ചേരി കവിയേച്ചി, നാളെ ഞാൻ ദുബായിക്ക് പോവാ. അപ്പച്ചൻ പറഞ്ഞാണല്ലോ, നാളെ രാവിലെ ഞങ്ങൾ പോകും. ഓക്കെ, ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ് ജീവൻ. ജീവേട്ടാ, എന്താടാ? അത് എന്താടാ? ഏട്ടന്റെ കൂടെ ഞാനും നാളെ തന്നെ വരാം. ധൃതി പിടിക്കണ്ട. ഒരു മാസത്തിനകം എപ്പോ വന്നാലും മതി. അതെ മോനെ. തന്നെയുമല്ല, നിനക്ക് പ്രിപ്പറേഷനുള്ള ഒരു ടൈമൊക്കെ വേണ്ടേ? അതൊന്നും സാരമില്ല അച്ഛാ. ഏട്ടന്റെ കൂടെ ആകുമ്പോ എനിക്കൊരു കൂട്ടാവും. ഒരു കണക്കിന് ഇവൻ പറയുന്നതാ ശരി. എന്റെ കൂടെ വരികയാണെങ്കിൽ അതാ നല്ലത്. രാവിലെ ഞാൻ റെഡി ആയിരിക്കും. ശരി. ഞാൻ പോവാണ്. ഇനിയൊരിക്കലും തമ്മിൽ കാണാതിരിക്കാൻ ശ്രമിക്കാം. ചെയ്തു പോയ തെറ്റുകൾക്കൊക്കെ ഒരിക്കൽ കൂടി ക്ഷമ ചോദിക്കുകയാണ്. ബൈ. കാവ്യോട് ഞാൻ സംസാരിക്കാം. വേണ്ട. എടാ, ഇനിയും വൈകിട്ടില്ല. പ്ലീസ്. വിൽക്കാൻ മനസ്സ് വന്നില്ലടാ. എനിക്ക് എന്തിനാടാ ഇത്? നീ തന്നെ വെച്ചു എന്റെ ഒരു ഓർമ്മയ്ക്ക്. വിവേക്, ഒരു കടവും കൂടി ബാക്കിയുണ്ട്. നിങ്ങൾ താഴേക്ക് പോക്കോ, ഞാൻ വരാം.
പൂർത്തീർത്തിട്ട് വേണം എനിക്ക് പോവാൻ. വാങ്ങിക്കോളൂ. ഒരു മിനിറ്റ്. ഒരു കട എനിക്ക് അങ്ങോട്ടുമുണ്ട്. ദാ ഇതുകൂടി കൊണ്ടുപോകൂ. എടുത്തോളൂ. കടപ്പാട് ഓർമ്മയും ഒന്നും ബാക്കി നിർത്തണ്ട. കിട്ടിത്തന്ന ആൾ തന്നെ പൊട്ടിച്ചെടുത്താ മതി. എല്ലാം അവസാനിപ്പിക്കാൻ നിൽക്കുമ്പോ രണ്ട് മനസ്സ് പാടില്ല. ഇതിലും നല്ല വില കിട്ടുന്നതാ. വെറുതെ പോയെന്ന് പിന്നീട് വിഷമിക്കാൻ വേണ്ട. എടുത്തോളൂ. വിവാഹത്തിന് മുമ്പുണ്ടായിരുന്ന എന്റെ അംബീഷൻസിനെ കുറിച്ചൊക്കെ ഞാൻ പറഞ്ഞിട്ടുള്ളതാ. അതൊന്നും ഒരു നഷ്ടമേ അല്ല എന്നുള്ള ഫീലിങ്സ് കിട്ടാൻ വേണ്ടി കൂടുതൽ കെയർ നിറയേണ്ട ആളാ. രണ്ടുപേർക്കും ജോലിയില്ല, അതിനിടെ വീട് മാറ്റും. അപ്പൊ ഒരു ധൈര്യം തന്ന് കൂടെ പിടിച്ചു നിർത്തേണ്ട ആളാ. അതൊന്നും കിട്ടിയില്ല എന്ന് മാത്രമല്ല, ഭാര്യ എന്നൊരാള് വീട്ടിലുണ്ടെന്ന് തോന്നൽ പോലും കാണിച്ചില്ല. അങ്ങനെയുള്ളൊരവസ്ഥയിൽ എനിക്കുണ്ടായ ഫീലിങ്സ് പ്രകടിപ്പിക്കാൻ അവകാശമില്ലേ? എനിക്ക് കിട്ടാത്ത സ്നേഹം ഫ്രണ്ട്സിന് കിട്ടുമ്പോ ദേഷ്യം തോന്നിയ തെറ്റാ? എന്റെ വീട്ടിൽ പോണോന്നൊരു വാശിക്ക് പറഞ്ഞപ്പോ ഒന്ന് സമാധാനപ്പെടുത്തിയാൽ മതിയായിരുന്നു. പക്ഷെ പോകാൻ അനുവാദം തരികയാ ചെയ്ത്. എനിക്ക് കൂടുതൽ ഫ്രീഡം കിട്ടാനെന്ന് പറഞ്ഞ അഡ്വക്കേറ്റിനെ കണ്ട് ഡിവോഴ്സ് പെറ്റീഷൻ ഫയൽ ചെയ്തു. കാര്യങ്ങൾ സമാധാനപരമായിട്ട് പറയാൻ തുടങ്ങുമ്പോ തിരിഞ്ഞു നടക്കുക ചെയ്തേ. ട്രീസയുടെ അമ്മയും അച്ഛനും പറയാതെ തന്നെ എനിക്കറിയായിരുന്നു നിങ്ങൾ നല്ല ഫ്രണ്ട്സ് മാത്രമാണെന്ന്. പക്ഷെ അവൾക്ക് കിട്ടുന്ന ഒരു കെയറോ അറ്റാച്ച്മെന്റോ ഒന്നും ഭാര്യയെ എനിക്ക് കിട്ടുന്നില്ല എന്ന് പറഞ്ഞപ്പോ എനിക്ക് നിയന്ത്രിക്കാൻ പറ്റിയില്ല. എനിക്കെന്നല്ല, ലോകത്ത് ഒരു ഭാര്യയ്ക്ക് അതിന് കഴിയില്ല. ഇപ്പതാ മാലയും മോതിരവും തിരികെ തന്ന് ഒക്കെ അവസാനിപ്പിക്കാൻ നോക്കുന്നു. കല്യാണം ഒരു കുട്ടി കളിയായിട്ടാ കാണുന്നറിയാം. വെച്ചിരിച്ചില്ല, പാകതയില്ല, കല്യാണം കുട്ടിക്കളി. ശരിയാ, വർഷങ്ങളായി പിരിഞ്ഞു താമസിക്കുന്ന അച്ഛനെ അമ്മയെ ഒന്നിപ്പിക്കാൻ ഒരു മകൻ കല്യാണം കഴിക്കുക. മറ്റുള്ളവരുടെ കണ്ണിൽ അത് കുട്ടിക്കളി തന്നെയാ. പഠിപ്പ്, വലിയ ജോലി, അവതാരക, ഇതൊക്കെയായിരുന്നു എന്റെ അംബീഷൻ എങ്കിൽ അച്ഛനും അമ്മയും ഒരുമിച്ച് ജീവിക്കുക എന്നുള്ളതായിരുന്നു എന്റെ അംബീഷൻ, എന്റെ സ്വപ്നം. അതിനിടയിൽ എന്റെ ജീവിതം ഞാൻ കാര്യമാക്കിയില്ല. ഞാൻ വിവാഹം ചെയ്ത പെൺകുട്ടിയുടെ ആഗ്രഹങ്ങളോ സ്വപ്നങ്ങളോ ഞാൻ കാര്യമാക്കിയില്ല. അതെന്റെ തെറ്റാ. ഓർമ്മ വെച്ച നാൾ മുതൽ ഞാൻ കണ്ടുവളർന്നത് അച്ഛനും അമ്മയും തമ്മിലുള്ള വഴക്കും ബഹള, ഏറ്റെടുത്ത കേസിനെ കുറിച്ചുള്ള തർക്കം, വാശി, വെല്ലുവിളി. എന്നെ കുറിച്ച് അവരൊന്നും ഓർമ്മിച്ചില്ല. പക്ഷെ എന്റെ മനസ്സിൽ എന്റെ അച്ഛനും അമ്മയും മാത്രമായിരുന്നു. അവരെ ഒന്നിപ്പിക്കാൻ വേണ്ടി കരഞ്ഞു, കാല് പിടിച്ചു. പിന്നീട് എപ്പോഴാണ് ഇങ്ങനൊരു ചിന്ത മനസ്സിലേക്ക് വന്നത്? അച്ഛനെ അമ്മ ഒന്നിപ്പിക്കാൻ വേണ്ടി ഒരു വിവാഹം കഴിക്കുക, ആ വിവാഹത്തിലൂടെ നല്ലൊരു കുടുംബജീവിതം അവർക്ക് കാണിച്ചു കൊടുക്കുക, അവരെ ജീവിതത്തിൽ ഒന്നിപ്പിക്കുക. ഇതൊക്കെയായിരുന്നു എന്റെ ആഗ്രഹങ്ങൾ. അവസാനം ഞാൻ വിവാഹം കഴിച്ചപ്പോൾ അച്ഛനമ്മയും ബാധിച്ച അതേ പ്രശ്നങ്ങൾ തന്നെ എന്നെ അഫക്ട് ചെയ്ത് തുടങ്ങി. ഈഗോ, ഭർത്താവ് ഭാര്യയേക്കാൾ വലുതാന്നുള്ള തോന്നൽ വന്നു, വാശി വന്നു. എന്റെ യഥാർത്ഥ ലക്ഷ്യം പോലും ഞാൻ മറന്നു. പക്ഷെ എന്റെ തകർച്ചയിലൂടെ ആണെങ്കിലും അച്ഛനും അമ്മയും ഒന്നായി. മതി, എനിക്കതിലപ്പുറം ഒന്നും വേണ്ട. താലി ഒരു ബാധ്യതയെ സൂക്ഷിക്കണ്ട. നീ പറഞ്ഞതുപോലെ കിട്ടേണ്ട കടവും ഞാനിങ്ങോട്ടെടുത്തോളാം.
ഇപ്പോഴാടാ നീ വിവേകമുള്ളവനായത്. ഇപ്പൊ നിന്റെ ഫ്രണ്ട്സ് പറഞ്ഞപ്പോഴാ എല്ലാം അറിയുന്നത്. ഒരു പുകച്ചില് നേരത്തെ എനിക്ക് ഫീൽ ചെയ്തിരുന്നു. അതിനിടയിൽ ഇങ്ങനൊരു തീ ഉണ്ടായിരുന്നു എന്നറിഞ്ഞില്ല. ഏതായാലും അതെല്ലാം കെട്ടിണങ്ങിയല്ലോ. യഥാർത്ഥ സ്നേഹം തുടങ്ങുന്നത് എവിടുന്നാണെന്നറിയാമോ? ഒരാൾ മറ്റേയാളുടെ കുറ്റങ്ങളും കുറവുകളും അംഗീകരിച്ചുകൊണ്ട് സ്നേഹിച്ചു തുടങ്ങുമ്പോഴാണ്. ഇപ്പോ നിങ്ങളെ ഈ സ്നേഹം പോലെ. ഈഗോ പ്രശ്നമായിരുന്നു അല്ലേ? മനുഷ്യന് ഈഗോ വേണം. എപ്പോഴാ? അവന്റെ ആത്മാഭിമാനം അങ്ങേയറ്റം വ്രണപ്പെടുമ്പോ. അതൊക്കെ ഒരു ജീവിതത്തിൽ 1-2 പ്രാവശ്യം മാത്രമേ സംഭവിക്കാവൂ. അല്ലാതെ തൊട്ടതിനും പിടിച്ചതിനും ഒക്കെ ഈഗോ എന്ന് പറയുന്നതേ ഒരു തരം അസുഖമാ. നിന്റെ അച്ഛനും അമ്മയ്ക്ക് അസുഖം ഉണ്ടായിരുന്നു. മാറാൻ കുറേ വർഷങ്ങളെടുത്തു. പക്ഷെ പുതിയ തലമുറ വളരെ 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 ഫാസ്റ്റാ. പെട്ടെന്ന് അസുഖം കണ്ടെത്തി ചികിത്സിച്ചു. ആ വന്നല്ലോ വാനരപ്പടാ. വരൂ. ആ ട്രീസ, എവക്ക് ഇച്ചിരി വിവരമുണ്ട്. എടാ ഭൂതക്കണ്ണാടി, നിങ്ങളോട് 3 പേരോടും കൂടിയാ പറയുന്നേ. കൈ വീശാൻ സ്വാതന്ത്ര്യമുണ്ട്, പക്ഷേ മറ്റവന്റെ മൂക്ക് ആരംഭിക്കുന്നിടത്ത് ആ സ്വാതന്ത്ര്യം അവസാനിപ്പിക്കണം. ഫ്രണ്ട്ഷിപ്പ് ഒക്കെ കൊള്ളാം. ജീവിത അവസാനം വരെ ഏറ്റവും നല്ല ഫ്രണ്ട്സായി തന്നെ നിങ്ങൾ തുടരുകയും വേണം. പക്ഷേ ഫാമിലി ആയി കഴിഞ്ഞാൽ ഒരു വരമ്പ് വേണം. വരമ്പെന്ന് വെച്ചാൽ ഒരു വേലിയെ കിടക്കുന്ന പാമ്പാകരുത്. ഇവന്മാരുടെ കാര്യങ്ങൾ എനിക്ക് വിട്ടാന്നേക്ക്. ഇനിയുള്ളത് ഞാൻ നോക്കിക്കോളാം. അപ്പോ കാവ്യക്ക് എന്നോടുള്ള പിണക്കം മാറിയെന്നങ്ങ് വിശ്വസിച്ചോട്ടെ. സന്തോഷായോ? ജീവേട്ടാ, എന്താടാ? അച്ഛനും അമ്മയും ഇതുവരെ ഒന്നും അറിഞ്ഞിട്ടില്ല. അവരോട് ഒന്നും പറയരുതെന്ന് എനിക്കറിയടാ ഗുവേ. എന്റെ ജോലിക്ക് വേണ്ടിയിട്ട് ജീവേട്ടൻ ഒരുപാട് ബുദ്ധിമുട്ടിട്ടുണ്ടെന്ന് അറിയാം. പക്ഷേ ഞാനിപ്പോ ദുബായിക്ക് വരുന്നില്ല, അങ്ങനെയല്ലേ? ഇനി നീ വരുന്നു എന്ന് പറഞ്ഞാലും നിന്നെ ഞാൻ കൊണ്ടുപോകില്ല. കമ്പനിയെ ഞാൻ അറിയിക്കാം. പയ്യൻസ് ഓൺ ഹണിമൂൺ ലീവ്. ഇതെന്തോന്ന് ഒരിടത്തും ഇല്ലാത്ത യാത്ര പറച്ചില്. ഒന്നും മിണ്ടാ കൊതുകുത്തും. ആ ദാ വന്നല്ലോ. അപ്പോഴേ ഇന്നത്തെ ഷെഡ്യൂളൊക്കെ ഒന്ന് മാറി. ഇവൻ ദുബായിലേക്ക് വരുന്നില്ല. എന്താ പെട്ടെന്ന് അങ്ങനെ ഒരു മനമാറ്റം? ഇവന് ഇവളെ പിരിഞ്ഞിരിക്കാൻ പറ്റില്ല. ഇവളെ മാത്രമല്ല, നിങ്ങളെ. ലോകത്ത് മറ്റൊരാളും ഇവനെ പോലെ അച്ഛനമ്മമാരെ ഇത്രയും സ്നേഹിച്ചിട്ടുണ്ടാവില്ല. എന്താ എങ്ങനെയാന്നൊക്കെ എപ്പോഴെങ്കിലും നിങ്ങൾ അറിഞ്ഞാൽ മതി. പിള്ളേരെ കണ്ടുപിടിക്കണമെന്നും കേൾക്കാനും പറ്റുന്നില്ല. നിന്നെ ഞങ്ങൾ ഒരുപാട് വിഷമിപ്പിച്ചിട്ടുണ്ട്. പോട്ടെ, ക്ഷമിക്കേ. നിങ്ങളെ കുറ്റപ്പെടുത്തുകയല്ല. മക്കളുടെ സംരക്ഷകരാകാൻ എളുപ്പമാണ്. പക്ഷെ അവർക്കൊരു മാതൃകയാകാൻ ഇച്ചിരി ബുദ്ധിമുട്ടാണ്. ഇനി എത്ര ബുദ്ധിമുട്ടിയിട്ടാണെങ്കിലും ശരി, അപ്പനും അമ്മയാണോ മക്കൾക്ക് മോഡൽസ് തന്നെ ആയിരിക്കണം. നീ ഇയാളെ കണ്ടുപിടിക്ക്, ഇന്നാരെ കണ്ടുപിടിക്ക് എന്നൊന്നുമല്ല. നീ ഞങ്ങളെ കണ്ടുപിടിക്കുക എന്ന് പറയാൻ അപ്പനും അമ്മയ്ക്കും അർഹത വേണം. നീ അപ്പനെയും കൂടെ ചേർത്തൊരു കുത്തിയതാണോ? എന്റെ അപ്പനാരാ? ചക്കര മുത്തല്ലി ഉമ്മ. അപ്പൊ നിങ്ങളുടെ കാര്യമല്ലേ ഓക്കെ ആയി. ഞാൻ വെറും പുറംപോക്ക്. ഇനിയെങ്കിലും ഈ മണ്ണന്തല്ല ചേട്ടനെ ഒന്നും കല്യാണം കഴിപ്പിക്കേ. അങ്ങനെ പറഞ്ഞു കൊടുക്കും മോളെ. ഇവരൊക്കെ ഇവിടെ നിന്ന് നാണം കിടട്ടെ. ബാക്കിയുള്ളവർ ഇവിടെ പൊരാറിഞ്ഞ് നിന്നിട്ട് ആർക്കും ഒരു വിഷമമില്ല. നിന്നെ പോലെ ബുദ്ധിമാന്തിയുള്ള പെണ്ണിനെ കിട്ടട്ടെ. എടാ, നിന്റെ കല്യാണം ഞാൻ നടത്തിത്തരാം. താങ്ക് യു സാർ. പക്ഷെ അതിനുമുമ്പ് ഒരു ഗെയിം നീ എന്നോട് ജയിക്കണം. അപ്പൊ കല്യാണം കഴിപ്പിച്ചേരില്ല എന്ന് ഉറപ്പായി. നോക്കിക്കോ, അടുത്ത ജന്മം ഉണ്ടെങ്കിൽ ഞാൻ നഴ്സറി പഠിക്കുമ്പോഴേ